ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. എല്ലാ ഭക്തജനങ്ങൾക്കും നമസ്കാരം. ആദ്യം നാമജപം ഇപ്പോൾ കുറേ ദിവസമായിട്ട് നടക്കുന്നുണ്ടാവും. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. ഈ ജപിക്കുന്നത് നമുക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഏറ്റുപാടണം. അത് മാത്രമല്ല, മനസ്സ് പൂർണ്ണമായും നിറഞ്ഞ മനസ്സോടുകൂടി വേണം പാടാൻ. ഇതിപ്പോൾ നമ്മൾ വന്ന് പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ നാമജപം ഉണ്ടായിരുന്നു. ഇപ്പം അതില്ലാത്തത് കൊണ്ട് നാമം അങ്ങോട്ട് വരുന്നില്ല. അതുകൊണ്ട് എല്ലാവരും പൂർണ്ണ മനസ്സോടുകൂടി ജപിക്കണം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ അച്യുതാനന്ദ സച്ചിദാനന്ദ നാരായണ ഹരേ. ഇവിടെ ഭാഗവത ആചാര്യൻ്റെ കഥകളും സന്ദേശങ്ങളും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷം. ഇവിടെ ഒരു പ്രഭാഷണത്തിന് പ്രസക്തിയില്ലെന്ന് എനിക്കും അറിയാം. പക്ഷെ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളല്ല, സാധാരണ ചില കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ ദൗത്യം ഞാൻ നിർവഹിക്കും. ഉണ്ണികാരത്തൊക്കെ പറഞ്ഞു. ഒന്ന്, ധാരാളം സപ്താഹങ്ങൾ നടക്കുന്നുണ്ട്. എന്താണ് നമ്മുടെ സപ്താഹത്തിൻ്റെ ഉദ്ദേശം? സപ്താഹത്തിന് പൗരാണികമായും ചരിത്രപരമായ ധാരാളം സംഭവങ്ങളുണ്ട്. പക്ഷെ നമ്മളൊരു സപ്താഹത്തിൽ പങ്കെടുക്കുമ്പോൾ എന്താണ് അതിൻ്റെ ലക്ഷ്യം, അതിൻ്റെ ഉദ്ദേശം എന്താ? ഭഗവത് കഥകൾ ചരിതം കേട്ട് നാമം ജപിച്ച് ഒരു സന്തോഷം ഉണ്ടാകാൻ, അല്ലേ? ശരിയല്ലേ? അപ്പോൾ കഥകൾ നമുക്ക് കേൾക്കണം. പക്ഷെ കഥകൾ കേൾക്കുമ്പോൾ നമ്മൾ കേട്ടാൽ മതിയോ? നമ്മുടെ ചെറുപ്പത്തിൽ നമ്മളെ ആരെങ്കിലും സപ്താഹത്തിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ടോ? മോളെ വരൂ എന്ന് പറഞ്ഞ് പങ്കെടുപ്പിച്ചിട്ടുണ്ടോ? നമ്മളൊരു സ്വയം ആത്മപരിശോധന നടത്തുക. ഇവിടെ നടക്കുന്നൊരു സപ്താഹം. ഇവിടെ കുറച്ച് ഭാഗ്യത്തിൽ ഇവിടെ ഏതാണ്ട് കൂടുതൽ സീനിയർ ആൾക്കാരില്ല, അപൂർവം ചില ആൾക്കാർ. മറ്റ് സപ്താഹം നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം സീനിയർ ആൾക്കാരാണ്. ഇവിടെ സീനിയർ ആയിട്ടില്ല, ആകാൻ തുടങ്ങുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു ഉദ്ദേശം, ഇതിൻ്റെ എല്ലാം ഈ ഭഗവാന്റെ ലീലകൾ അതിൽ കൂടെ നമുക്ക് ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊണ്ടുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതാണ്. അപ്പം നമ്മുടെ ഓരോ വീടും ഇവിടെ നിന്ന് കിട്ടുന്ന ഭാഗവതാചാര്യൻ പറയുന്ന സംഭവങ്ങളും കഥകളും സന്ദേശങ്ങളും കീർത്തനങ്ങളും എല്ലാം ഉൾക്കൊണ്ട് അതിൻ്റെ ചൈതന്യം നമ്മുടെ വീട്ടിലും ഉണ്ടാകണം. അപ്പോൾ ആ ചൈതന്യം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ കുടുംബം ഭദ്രമാകും. സ്നേഹമുള്ള അച്ഛൻ, സ്നേഹമുള്ള അമ്മ, അതേപോലുള്ള മക്കൾ, അതേപോലെ മുത്തശ്ശൻ മുത്തശ്ശി, അല്ലെങ്കിൽ അപ്പൂപ്പൻ അമ്മൂമ്മ, എങ്ങനെയാകട്ടെ,
അവരെല്ലാം കൂടെ ചേരുന്ന ഒരു കുടുംബം. ഇന്നലകളിൽ നമ്മുടെ കുടുംബങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. ഇന്നലെ എന്ന് പറയുമ്പോൾ കാലാവധി എത്ര വേണേലും ആക്കാം. അങ്ങനെ ആയിരുന്നു വലിയ കുടുംബങ്ങൾ, സന്തോഷത്തോടെ ജീവിച്ച കുടുംബങ്ങൾ അങ്ങനെയായിരുന്നു. അവർക്കുള്ള പ്രേരണ എന്തായിരുന്നു? അവർക്ക് വാഴപ്പള്ളി മഹാദേവനുണ്ട്, ഇവിടെ ഭഗവാനുണ്ട്, ഇഷ്ടമനുസരിച്ച് ഏത് ദേവതയും പോയി പ്രാർത്ഥിക്കാം. ചില ചോറ്റാനിക്കര പോവും. അങ്ങനെ അങ്ങനെ ദേവി, ദേവന്മാർ, മഹാദേവൻ എന്ന് വേണ്ട വ്യത്യസ്തമായ ദേവതാ പൂജയിലൂടെ എല്ലാം നമ്മൾ പ്രാർത്ഥിച്ച് അതിലെല്ലാം നമ്മൾ സന്തോഷം കണ്ടെത്തിയിരുന്നു. നമ്മുടെ കുടുംബത്തിനൊരു സ്വസ്ഥതയുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ സ്വസ്ഥത നമ്മുടെ കുടുംബത്തിലുണ്ടോ നമ്മൾ ആലോചിക്കുക. കുടുംബങ്ങളിൽ നിന്ന് ഏതായാലും മഹാഭൂരിപക്ഷം കുടുംബവും ശൂന്യമാണ്. ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ പോലും കേൾക്കാത്ത വീടുകൾ. മുറ്റത്താണെങ്കിൽ ഓടിക്കളിക്കുന്ന കുഞ്ഞുങ്ങളെ കാണാനില്ല. അതിന് പകരം പട്ടിയും പൂച്ചയാണ്. അത് പല ടൈപ്പുണ്ട്. കൂട്ടിലിട്ടതുണ്ട്, കൂട്ടിലിടാത്തതുണ്ട്. പൂച്ചയാണെങ്കിൽ നമ്മുടെ കിടക്കുമ്പോഴും എല്ലാം ആ വശത്തും ഈ വശത്തും എല്ലാം പൂച്ചകളാണ്. വലിയ സ്നേഹ പൂച്ചകളുണ്ട്. പട്ടിയുടെ അങ്ങനെ തന്നെ. അപ്പം കുഞ്ഞുങ്ങളില്ല. നോക്കുന്ന സമയത്ത് ഹിന്ദു സമാജത്തിലെ യുവാക്കന്മാരുടെ യുവതികളുടെ ഏതാണ്ട് ഒരു കണക്കെടുത്താൽ നല്ല ശതമാനം 38 വയസ്സ് 40 വയസ്സ് വിവാഹമില്ല. എന്തായി ആയില്ല, അങ്ങനെ കുറേ കൈയിടാനും ഒന്ന് പ്രേരിപ്പിക്കാൻ ആളില്ല. അച്ഛൻ നമുക്കറിയാം, ഒരു പെൺകുട്ടി പ്രായമായാൽ അപ്പം തന്നെ അച്ഛനും അമ്മയ്ക്കും അമ്മാവനും അമ്മായിക്കും എല്ലാം ഒരു തിരക്കുണ്ട്. അവിടെ എങ്ങനെയെങ്കിലും ഒരു നല്ല യോഗ്യമായ രീതിയിൽ അയക്കണം എന്നില്ല. എനിക്ക് അടുത്തറിയാവുന്ന ധാരാളം പേര്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളുടെ വണ്ടിയിൽ കയറി, ചേട്ടാനിയന്മാർ 3 പേരാണ് എന്നെ ഒരു സ്ഥലത്ത് എത്തിച്ചു. അപ്പം അതിനിടയിലുള്ള കുടുംബ വിശേഷങ്ങൾ അന്വേഷിച്ചപ്പോൾ 3 പേരും കല്യാണം കഴിച്ചിട്ടില്ല. വീട്ടിൽ അച്ഛനില്ല, അമ്മയില്ല. ഇവരോട് കൂടിയ കുടുംബം അന്യം നിൽക്കും. ഒന്ന് ആലോചിച്ചു നോക്കും. ഞാനും നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നു. നമ്മളിവിടെ ഇരിക്കാനുള്ള കാരണം എന്താ? നമ്മുടെ അച്ഛൻ, നമ്മുടെ അമ്മ തലമുറയായിട്ട് ഈ 4 ആശ്രമങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ആ ഗാർഹസ്ഥ്യം, കുടുംബം, ഏറ്റവും ശ്രേഷ്ഠമായ ഗാർഹസ്ഥ്യ ആശ്രമം അവർ പരിപാലിച്ചു. അതിന് യോഗ്യമായ ഒരു വിവാഹം നടത്തി സന്തോഷത്തോടെ അവർ ജീവിച്ചു. അവരുടെ പ്രാർത്ഥന മുഴുവൻ സന്താനങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ പെൺകുട്ടികളും ആൺകുട്ടികളും ബഹുവചനം ഞാൻ ഉപയോഗിക്കുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ആ രീതിയിൽ ചെറിയ വഴക്കുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിലും ഒരു സന്തോഷമാണ്. ആ അന്തരീക്ഷം മുഴുവൻ മാറും. ഇന്ന് വീടുകളിൽ ആരുമില്ല, 2 പേര്. ബാക്കി മക്കളുണ്ട്. ചിലരൊക്കെ കാനഡ, ചിലരൊക്കെ UK, ഓസ്ട്രേലിയ. പറഞ്ഞപ്പോൾ തന്നെ സ്ഥലപ്പെടുക. ഇങ്ങനെയൊക്കെ ആയി. ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തിനാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്? കഠിനമായ പ്രയത്നത്തിലൂടെ, ജോലിയിലൂടെ പൈസ സമ്പാദിക്കുന്നു, കൃഷിയിലൂടെ പൈസ സമ്പാദിക്കുന്നു. അതൊക്കെ എന്തിനു വേണ്ടി? കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി. കുടുംബം ഇല്ലെങ്കിൽ ഏറ്റവും ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാനം കുടുംബമാണ്. ഭാരതം, ശ്രേഷ്ഠമായ ഭാരതം നമ്മുടെ എല്ലാ സങ്കല്പമാണ്. പരമവൈഭവം. ആ വൈഭവം ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ അടിയിൽ ഏറ്റവും താഴെ നമ്മുടെ കുടുംബം വേണം. ആ കുടുംബത്തിൽ നിന്നാണ് ഐശ്വര്യമുള്ള ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ വളരുന്നത്. ആ കുടുംബത്തിൽ നിന്ന് വളർന്നു വരുന്ന ആൺകുട്ടിയാണ് നമ്മുടെ അതിർത്തിയിൽ പോയി സൈന്യമായി നിൽക്കുന്നത്. കടന്നു വരുന്ന ശത്രുവിനെതിരെ പോരാടുന്നത് നമ്മുടെ മക്കളാണ്. അതുകൊണ്ട് ചാണക്യൻ എന്ന് പറഞ്ഞ വലിയ ഒരു തന്ത്രജ്ഞൻ ഉണ്ടായിരുന്നു, നമ്മൾ കേട്ടിട്ടുണ്ട്. ചാണക്യൻ അമ്മമാരോട് പറഞ്ഞു, 2 ആൺമക്കളുള്ള അമ്മമാർ ഒരു മകനെ സമർപ്പിക്കൂ. ഇവിടെ സമർപ്പിക്കാൻ പറയുമ്പോൾ ഇവിടെ കൊല, അത് ഇതൊക്കെ ഉണ്ണി സമർപ്പിക്കാൻ പറയുന്നു. പക്ഷെ ചാണക്യൻ പറഞ്ഞു 2 ആൺകുട്ടികളാണ് ഒരു കുട്ടിയെ സമർപ്പിക്കും. എന്താ കാരണം? സൈന്യത്തിൽ ആളുകൾ. ഇവിടെ നമ്മൾ നോക്കൂ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, പിന്നെ അഫ്ഗാനിസ്ഥാൻ, ചൈന തയ്യാറായി നിൽക്കുക. നമുക്കറിയാം നമ്മൾ സ്വസ്ഥമായിട്ട് ഉറങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന്. രാമക വ്യത്യാസമില്ലാതെ അവർ ഉറങ്ങാതെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അത്യന്താധുനിക എല്ലാ തരത്തിലുള്ള യന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് വിവരങ്ങൾ അറിയാനും ഒക്കെ
തയ്യാറായിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളിവിടെ അങ്ങനെ സുഖമായി ജീവിക്കും. അപ്പോൾ ചാണക്യൻ പറഞ്ഞത് വലിയൊരു ദീർഘവീക്ഷണമാണ്. ഇതെല്ലാം നേരെയാണെങ്കിൽ, ശരിയാകണമെങ്കിൽ കുടുംബം വേണം. കുടുംബം, ഐശ്വര്യമുള്ള കുടുംബം. നമ്മൾ നോക്കിയാൽ ഈ ചരിത്രങ്ങളെല്ലാം നോക്കിയാൽ കുടുംബ മാഹാത്മ്യങ്ങൾ കാണാം. ചേട്ടൻ പറയില്ലേ, കുടിച്ചൻ മൂത്ത ആള് അച്ഛൻ പിന്നെ ആളായിരുന്നു എന്നൊക്കെ പറയാറില്ലേ. വലിയ വലിയ ചുമതലകൾ വഹിച്ച ആളുകൾ, മാതൃക ഗൃഹസ്ഥനായിരുന്നു, മാതൃക കൃഷിക്കാരനായിരുന്നു. പണ്ടൊക്കെ ഞാൻ ദീർഘകാലം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. പക്ഷെ നാട്ടുകാരുടെ എല്ലാം പ്രിയങ്കരനായിരുന്നു. അങ്ങനെ അപ്പൊ ഈ ഒരു ചിന്ത നമുക്ക് വേണം. ഭഗവാൻ നമ്മളാരെയും, ഭഗവാൻ എത്രാമത്തെ കുട്ടിയാണ്? ഭഗവാൻ എത്രാമത്തെ കുട്ടിയാണ്? ജനാർദ്ദന എത്രാമത്തെ കുട്ടിയാ? 8 അല്ലേ? എത്രാമത്തെ കുട്ടിയാ? ആ കുട്ടി ജനിച്ചില്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? നമ്മൾ ആലോചിക്കണം. ആ കുട്ടി ജനിച്ചത് കൊണ്ടാണ് ആ ദൃഷ്ടിയിൽ ധർമ്മത്തെ രക്ഷിച്ചത്. ചരിത്രത്തിൻ്റെ വലിയ സംഭവങ്ങളാണ്. അപ്പം ആ നിലയിൽ നമ്മൾ ചിന്തിക്കും. ഭഗവാന്റെ കൂട്ടുകാരനും ധാരാളം കുട്ടികളുണ്ടായി. ആരോ കൂട്ടുകാരൻ? കൂടെ പഠിച്ച ആള് കുചേലൻ, സുധാമാവ് അല്ലേ? ധാരാളം കുട്ടികളുണ്ടായി. അവിടെ ധനമൊന്നുമില്ല, പട്ടിണിയാണ്. പക്ഷെ കുഞ്ഞുങ്ങളുണ്ട്, അത് സന്തോഷം. ആ രീതിയിൽ അതുകൊണ്ട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോൾ ധർമ്മപത്നി പറഞ്ഞു, ദേഷ്യപ്പെട്ടില്ല. ധർമ്മപത്നി പറഞ്ഞു, അങ്ങ് ഭഗവാനെ ഇങ്ങനെ സ്മരിച്ച് കഴിയണം ഭാഗവതമായിട്ട്. സപ്താഹം നടക്കുന്നത് അദ്ദേഹത്തിന് സപ്താഹമൊന്നുമില്ല, എന്നും ഭാഗവത പാരായണമാണ് ഇരിക്കണം. പക്ഷെ ഇതാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ, വീടിൻ്റെ അവസ്ഥ വലിയ കഷ്ടമാണ്. ഇല്ല ദാരിദ്ര്യാർത്തിയോളം വലുതായിട്ടൊരാർത്തിയും ഇല്ലം വീണു കൊത്തുമാറായതു കണ്ടാലും വല്ലഭ പരമാത്മഭക്തനായ പൂമാൻ വല്ലഭയുടെ വിശപ്പും അറിയുന്നില്ല. ഇന്നത്തെ പോലെ ദേഷ്യപ്പെട്ടിട്ടല്ല, വളരെ ഭക്തിയോട് കൂടി കർത്താവിനെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ ഇത് ഓർമ്മപ്പെടുത്തുക. അങ്ങ് പോയി അങ്ങയുടെ സതീർത്ഥ്യനൊന്ന് കാണണം എന്ന് പറഞ്ഞു. കുചേലനൊരു സന്തോഷം തന്നു, വേറൊന്നുമല്ല. ബാക്കി പറഞ്ഞ ഒന്നും മനസ്സിൽ തറച്ചില്ല. സതീർത്ഥ്യനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞപ്പോൾ പഴയ ഓർമ്മകൾ ഓടിക്കളിച്ച് ഒന്നിച്ച് പോയി ഒളിച്ചിരുന്നു. അങ്ങനെ ഓരോന്നോരോന്നോരോന്ന് ഓർമ്മ വന്നു. അപ്പോൾ ഞാൻ പോകാം പറഞ്ഞു. ചരിത്രം നമുക്കറിയാം, കഥ നമുക്കറിയാം. അവസാനം വെറുതെ കയ്യും വീശി പോകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ചുറ്റുപാടത്തുനിന്ന് പോയി കുറച്ച് നെല്ലും ഒക്കെ സംഘടിപ്പിച്ച് അത് കുത്തി അവലാക്കി കല്ലും നെല്ലും ഒക്കെ നിറഞ്ഞ ഒരു അവൽപ്പൊതി എടുത്തുകൊണ്ട് കുചേലൻ പോകുന്നു. വസ്ത്രമില്ല, കീറിപ്പറഞ്ഞ വസ്ത്രം, ഓലക്കുട. ഇന്നത്തെ പോലെ കോപ്പിക്കുടയൊന്നും അന്നില്ലല്ലോ, വെറും ഓലക്കുട, ഒളിഞ്ഞ കുട. ഭാഗവതമാണെങ്കിൽ ഇന്ന് വായിച്ച് അതിനും പ്രായമായി, ഭാഗവതത്തിനും ഇതെല്ലാമായിട്ട് പോകുന്ന കുചേലൻ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ മനസ്സിൽ, സതീർത്ഥ്യനെ കാണണം, കൃഷ്ണനെ കാണണം. അതെല്ലാം നമുക്കറിയാം. പോയി കണ്ടു, അവിടെ സെക്യൂരിറ്റിക്കാരൊക്കെ തടഞ്ഞു. പക്ഷേ ഈ കൃഷ്ണ എന്നുള്ള വിളി കേട്ടപ്പോൾ അവിടെ അതിൻ്റെ അനക്കം ഉണ്ടായി. ഓടി വന്ന് സ്വീകരിച്ചു. വിയർപ്പ് കൊണ്ട് നാറുന്ന കുചേലനെ മാറോട് ചേർത്തു. കുചേലൻ വളരെ സന്തോഷിച്ചു. കണ്ണനും കണ്ണ് തന്നെ. സാധാരണ പറയില്ല, ശ്രീകൃഷ്ണൻ കരയാത്ത ദൈവമാണ്, ഒരിക്കലും കരഞ്ഞിട്ടില്ല. പക്ഷെ ഒരു തർക്കമുണ്ട്. എന്തുകൊണ്ട് ശൗരി കണ്ണുനീരണിഞ്ഞു വീരനായ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ? എന്തുകൊണ്ടാണ് ആ കരത്തിന്? ആ കണ്ണുനീരെന്തായിരുന്നു? സന്തോഷത്തിൻ്റെ കണ്ണുനീരായിരുന്നു. ഈ കൂടെ പഠിച്ച ആളെ കണ്ടുള്ള സന്തോഷം നമുക്ക് എല്ലാവർക്കും അറിയാം. ഭഗവാൻ തട്ടിപ്പറിച്ച് കുറച്ച് അതിൽ കഴിച്ചു, രണ്ടാമത്തെ പ്രാവശ്യം കഴിച്ചു. അപ്പോൾ ധർമ്മപത്നി അത് തടഞ്ഞു. ഇതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞാൽ വെറുതെ സ്പർശിച്ചു പോവുക. ഈ സമയത്ത് തന്നെ ഭഗവാൻ വേറെ നിർദ്ദേശം കൊടുത്തു. അവിടെ കുചേലന് വേണ്ടി ഒരു കൊട്ടാരം പണിയണം. അവിടെ കൊട്ടാര നിർമ്മാണത്തിന് വേണ്ടി ആളവിടെ എത്തി.
കുചേലൻ്റെ വീട് എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും കൂടെ അപ്പോഴത്തേക്ക് ഇതെല്ലാം അറിഞ്ഞ് ധർമ്മപത്നി ഇങ്ങനെ വരികയാണ്. ചോദിച്ചാൽ എന്താണ്? അല്ല, കൊട്ടാരം നിർമ്മിക്കാനുള്ള നിർദ്ദേശമുണ്ട്. അപ്പം അമ്മ തൊഴുതുകൊണ്ട് പറയുകയാണ്, ഞങ്ങളെല്ലാം ഇവിടെ ഒരേപോലെ സ്നേഹത്തോടെ ജീവിക്കുന്നവരാണ്, എല്ലാത്തിനും സഹകരിക്കുന്നവരാണ്. ഞങ്ങൾക്ക് മാത്രം ഒരു കൊട്ടാരം ഉണ്ടാക്കാന്ന് വെച്ചാൽ അതൊരു വിഷമമാണ്, ദുഃഖമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ധർമ്മപത്നി ഇത്രയും കഷ്ടപ്പാടുണ്ടായിട്ടും ഒരു കൊട്ടാരം തയ്യാറായി നിൽക്കുക. അപ്പം പറയാൻ എനിക്ക് അത് വേണ്ട, ഞങ്ങളിവിടെ അല്ലാതെ ഇങ്ങനെ കഴിഞ്ഞുകൊള്ളാം. ഈ നിർദ്ദേശം അപ്പം തന്നെ അതൊക്കെ അന്ന് ഇങ്ങോട്ട് ഇങ്ങനെ നിർദ്ദേശം പോയി, സന്ദേശം അവിടെ എത്തി. അപ്പം അടുത്ത് അനുമതി, അവിടെയുള്ള എല്ലാവർക്കും ഒരേപോലെ പണിയാൻ അനുവാദം കൊടുത്തു ഭഗവാൻ. അങ്ങനെ എല്ലാവർക്കും. അപ്പം ആ അമ്മയുടെ മനസ്സ്, കുചേലൻ്റെ മനസ്സ് ഒന്ന് ഭക്തിയോടുകൂടി ഭഗവാനെ മനസ്സിൽ വിചാരിച്ച കുചേലൻ ആ തൻ്റെ സതീർത്ഥ്യനെ കണ്ടതിലുള്ള സന്തോഷം, തൃപ്തി. ഇവിടെ വലിയ സമ്മാനം വീട് തരാമെന്ന് പറഞ്ഞിട്ടും വേണ്ട, ഞങ്ങളെല്ലാം ഒന്നിച്ച് സ്നേഹത്തോടെ ജീവിക്കുന്നവരാണ് എന്ന് പറയുന്ന ആ ഒരു മനസ്സിൽ ഇങ്ങനെ എത്രയോ ഗുണങ്ങൾ, എത്രയോ നല്ല ചിന്തകളും ജീവിതവും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഓരോ വീടും ഐശ്വര്യമുള്ള വീടായിരിക്കണം, മക്കൾ വേണം. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രാന്ത സംഘചാലകൻ ഗോവിന്ദമേനോൻ സാർ, അഡ്വക്കേറ്റ് എൻ ഗോവിന്ദമേനോൻ, 13 മക്കളാണ്. 13 മക്കൾ. ആ അമ്മ തന്ന കാപ്പി ഒക്കെ ഞാൻ പല പ്രാവശ്യം കുടിച്ചിട്ടുണ്ട്. നല്ല ഐശ്വര്യമുള്ള അമ്മ. 13 മക്കളെ പ്രസവിച്ച അമ്മ, ഐശ്വര്യത്തോടെ. അമ്മയ്ക്ക് ഒരു തകരാറുമില്ല, സ്ലിപ്പ് ഡിസ്കും ഇല്ല, അതൊന്നുമില്ല, ഇതുമില്ല, ഒന്നുമില്ല. ആ രീതി അങ്ങനെ എത്ര പേര് മക്കളെന്ന് പറഞ്ഞ ഒരു അഭിമാനമാണ് ആ രീതി. അതുകൊണ്ട് ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഓരോ വീടും നല്ല ഐശ്വര്യമുള്ള വീട് വേണം, കുട്ടികൾ വേണം. അവരെ വിദ്യാഭ്യാസത്തോടൊപ്പം അവർക്ക് കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് സംസ്കാരം. അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് വരെ നിങ്ങൾ പറഞ്ഞാൽ അവർ കേൾക്കുന്നു. 8 വരെ അമ്മയും അച്ഛനും പറയുന്ന ഈശ്വര തുല്യമായി അവർ സ്വീകരിക്കും. മോനെ അത് മതി, ആ ശരി. അങ്ങനെ 10ാം ക്ലാസ് ആയാലുള്ള അവസ്ഥ നിങ്ങൾക്കറിയാം, +1, 2 ആയാലുള്ള അവസ്ഥ നിങ്ങൾക്കറിയാം, ഡിഗ്രി ആയാലുള്ള അവസ്ഥ അറിയാം. പിന്നെ ഒരു പോക്കാണ് ബാംഗ്ലൂർ, കോയമ്പത്തൂർ, പിന്നെ എല്ലാം മൊബൈലിൽ കൂടിയാണ്. ഈശ്വരനറിയാം എന്തൊക്കെയാണ്. അതുകൊണ്ട് അമ്മമാരെ, സഹോദരിമാരെ, നമ്മൾ ഈ സപ്താഹം ഈ ഓരോ പരിപാടിയുടെ ഉദ്ദേശവും ഒരു സാംസ്കാരിക സമ്പന്നമായ ധാർമ്മിക ചിന്തയുള്ള കുടുംബങ്ങൾ വളരണം. വളർന്നു വരുന്ന തലമുറ മുഴുവൻ ഈ രാഷ്ട്രത്തെപ്പറ്റി, ധർമ്മത്തെപ്പറ്റി, പരമ്പരയെപ്പറ്റി, പൈതൃകത്തെപ്പറ്റി അഭിമാനം കൊള്ളുന്നവരെ. അതുണ്ടാകണമെങ്കിൽ കുടുംബത്തിൻ്റെ മഹത്വം പറഞ്ഞാലല്ലേ മക്കൾ അത് മനസ്സിലാക്കും. ആ ചെവികളിലേക്ക്, ആ കുഞ്ഞുങ്ങളിലേക്ക് കഥകൾ പറഞ്ഞു കൊടുക്കണം. ആണ് കുഞ്ഞുണ്ണി മാഷ് പറയുന്നു, മുത്തശ്ശിമാർ എവിടെയുണ്ടോ അവിടെ പോയി കുട്ടികൾ കഥ കേൾക്കണം. കുഞ്ഞുണ്ണി മാഷ് അറിയാലോ, എൻ്റെ പൊക്കക്കുറവാണ് എൻ്റെ പൊക്കം എന്ന് പറയുന്ന കവിയാണ് കുഞ്ഞുണ്ണി മാഷ്. നാവുരുളുന്ന ധാരാളം ഇതൊക്കെ ഉണ്ട് നമ്മുടെ കുഞ്ഞുണ്ണി മാഷ്. തിരുവാലുരുളി, വാലുരുളി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുട്ടികളിലേക്ക് ഈ സംസ്കാരം പകർന്നു കൊടുക്കണം. അതുകൊണ്ട് കഥ കേൾക്കണം. എന്താ ഈ അമ്മൂമ്മയും മുത്തശ്ശിയുടെ കാര്യം പറയാൻ കാരണം, ഒരമ്മയും കഥ പറയാറുണ്ട്. മക്കൾ സാരി അമ്മ ഒരു കഥ പറയുമെന്ന് പറഞ്ഞു, ഓ എനിക്കിപ്പോൾ വേറെ പറയണം, ഓ എന്ന് പറയും. എല്ലാം അങ്ങനെ ഏതെങ്കിലും നമ്മൾ തലോടിക്കൊണ്ട് പറയും, മോനെ മോളെ ഞാൻ കഥ പറയേ, കഴിവ് നോക്കട്ടെ അങ്ങനെ പറയില്ല. പക്ഷെ മുത്തശ്ശി തീരാത്ത കഥയുടെ ആളാണ് മുത്തശ്ശി. ഇവിടെ ഇരിക്കുന്ന ഒരു മുത്തശ്ശിയുടെ കഥകൾ കേട്ടിട്ടുള്ളവരെന്ന് കൈകൊട്ടില്ല. മുത്തശ്ശിക്ക് തീരാത്ത കഥയുണ്ട്. ഏത് അങ്ങനെ പറഞ്ഞ് കുഞ്ഞുറങ്ങി. പിന്നെ അടുത്ത ദിവസം കഥ വേറെ, നാളേന്ന് 3-ാം ദിവസം പറഞ്ഞാൽ അങ്ങനെ കഥ നീണ്ടു. അപ്പം നമ്മുടെ മനസ്സിൽ ഈ കഥകൾ കേട്ട് വേണം വളരാൻ കുട്ടികൾ.
സംസ്കാരം അങ്ങനെയാണ്. അച്ഛനെ, അമ്മയെ, ആരാണ് നമ്മൾ കണ്ണ് തുറക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന ദൈവം ഏതാ? ആരാ? അമ്മ. അമ്മയാണ് ഇതാ ഈശ്വരി. ദേവി നമ്മുടെ മുമ്പിലുണ്ട്. യാ ദേവി സർവഭൂതേഷു ശക്തിരൂപേണ വിദ്യാരൂപേണ എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഈ ശക്തി ഇതാണ് നമ്മുടെ മാതൃരൂപേണ ശക്തിയാണ്. പിന്നെയോ അച്ഛൻ, അമ്മ, അച്ഛൻ, ആചാര്യൻ. അതുകൊണ്ട് മാതൃദേവോഭവ, പിതൃദേവോഭവ, ആചാര്യ ദേവോഭവ എന്ന് പറയുന്നത്. ആചാര്യനാണ് അമ്മയുടെയും അച്ഛൻ്റെയും മഹത്വം പഠിപ്പിക്കുന്നത്. അത് ആചാര്യൻ. നാം കാണപ്പെട്ട ദൈവം. നമ്മുടെ ഏറ്റവും വലിയ സ്വത്തെന്താണ്? നമ്മുടെ ഏറ്റവും വലിയ സ്വത്തെന്താണ്? സ്വർണമാണോ? ഭൂമിയാണോ? ആരോഗ്യമോ? ധനമാണോ? എന്താണ് നമ്മുടെ സ്വത്ത്? നമ്മുടെ ശ്രേഷ്ഠമായ സ്വത്ത് മക്കളാണ്. മക്കളാണ് സ്വത്ത്. ബാക്കിയെല്ലാം നമുക്കറിയാം, ഒരു പ്രയോജനമില്ലാത്തായിരുന്നു. പക്ഷേ മക്കളാണ് സ്വത്ത്. മുഴുവൻ ആചാര്യന്മാരും ഗുരുക്കന്മാരും ഒക്കെ നമ്മളിത് പഠിപ്പിച്ചില്ല. അമ്മയും മകനും, മകൻ്റെ സ്വപ്നങ്ങൾ അതിന് അനുകൂലമായി നിൽക്കുന്ന അമ്മ, അമ്മയുടെ ആഗ്രഹം സാധിക്കുന്ന മകൻ, ഇതെല്ലാം പ്രകൃതി പോലെ അനുകൂലം. പ്രകൃതി അനുകൂലം. ജഗദ്ഗുരു ശങ്കരാചാര്യര് മക്കളില്ലാതെ ശിവഗുരുവിനും ആര്യാമ്പയ്ക്കും നിത്യേന പ്രാർത്ഥന, ശിവക്ഷേത്രത്തിൽ പോവുക, പൂജ, അതേപോലെ തന്നെ വ്രതങ്ങൾ അനുഷ്ഠിക്കുക, ഇതെല്ലാം ചെയ്യും. കുറച്ച് പ്രായമായി. ഈശ്വരാനുഗ്രഹം കൊണ്ട് ഒരു പുണ്യമുണ്ടാവുമെന്ന് അവർക്കറിയാം. അങ്ങനെ ശിവഗുരുവും ആര്യാമ്പയും പ്രാർത്ഥിച്ച് ഒരു ദിവസം ശിവഗുരു ഒരു സ്വപ്നം. ആ സ്വപ്നം മഹാദേവൻ അടുത്ത് വന്ന് നിൽക്കുന്നു. ഒരു സത്പുത്രൻ, പ്രായം കുറഞ്ഞ, വയസ്സ് കുറഞ്ഞ ഒരു സത്പുത്രൻ വേണോ, ദീർഘായുസുള്ള ഒരു പുത്രൻ വേണം. ഒരു സംശയം ഉണ്ടായില്ല. ശിവഗുരു പറഞ്ഞു, സത്പുത്രൻ പറഞ്ഞു. ശ്രീശങ്കരൻ ജനിച്ചപ്പോൾ ജാതകം അങ്ങനെയുള്ള അന്നത്തെ പണ്ഡിതന്മാരെല്ലാം നോക്കി വയസ്സ് കണക്കാക്കിയ 16 വർഷം. 16 വർഷമേ ഉള്ളൂ. 16 വർഷം മാത്രമാണ് ആയുസ്. പക്ഷെ അവർ സന്തോഷരായി. കാരണം ഒരു പുത്രൻ ഉണ്ടായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ ഗുരുകുലത്തിൽ പോയി, കാലടിന്റെ ഗുരുകുലത്തിൽ പോയി 5 വയസ്സ് വരെ എല്ലാം പഠിച്ചു. 5 വയസ്സായപ്പോൾ തന്നെ കൂടെയുള്ള ആൾക്കാരെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതായിരുന്നു. 8 വയസ്സായി. ഒരു ദിവസം അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് സന്യാസിയാണ്. 8 വയസ്സുകാരനാണ്. ഇവിടെ 8 വയസ്സുകാരൻ എന്താ പറയുന്നത്? അമ്മയെ എനിക്ക് ബലൂൺ വേണം, ബലൂൺ എന്ന് പറയുന്നത് ബലൂൺ വേണം. അല്ലെ പറയും ഒരു മൊബൈൽ വേണം. ഇന്ന് മൊബൈലിൻ്റെ കൂടെ വേണം. അങ്ങനെയാണ്. പക്ഷേ ശ്രീശങ്കരൻ പറഞ്ഞു എനിക്ക് സന്യാസിയാകണം. അത് പറയാൻ കാരണം എന്താണ്? ഈ കാലടി പ്രദേശങ്ങൾ കണ്ടപ്പോൾ കുറേ സന്യാസിമാരൊക്കെ യാത്ര ചെയ്തു. അവരെയൊക്കെ കണ്ടു. ഈ കൊച്ചു ഹൃദയത്തിലേക്ക് ആ ചിന്ത വന്നു. അമ്മ ഭയങ്കരമായിട്ട് കരഞ്ഞു. എൻ്റെ മോനെ, ഞാൻ വേറെ ആരുമില്ല, നീ മാത്രമേ എനിക്ക് ഒരു കുഞ്ഞായി. അപ്പോൾ നീ ശിവഗുരു വഹിക്കേണ്ടി. അമ്മയും മോനും മാത്രം. ഉണ്ടായിരുന്നെങ്കിൽ ഒരു ദിവസം പെരിയാർ, പൂർണ്ണ നദി എന്നാണ് സംസ്കൃതത്തിന് പേര്. പെരിയാർ പൂർണ്ണ നദി കുളിക്കാൻ ശങ്കരൻ പോയി. കുട്ടി
കൂടെ അമ്മയും പോയി. അമ്മ കരയിലിരിക്കുന്നു. അപ്പോഴാണ് ഒരു മുതല വന്ന് ശങ്കരന്റെ കാലത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇന്നും നമ്മുടെ പുഴയിലൊക്കെ അവിടെ ശീലമേറ്റ വിടുകയും ഇന്നുമുണ്ട്. പിടിക്കും. ശങ്കരൻ കരഞ്ഞു, ഭയങ്കരമായിട്ട് കരഞ്ഞു. അമ്മയും കരഞ്ഞു. ഇന്നത്തെ പോലെ ആരും അങ്ങനെ ജനസംഖ്യയൊന്നുമില്ല, ജോലി കിട്ടാനുള്ള ആൾക്കാരില്ല. അപ്പൊ ശങ്കരൻ പറയാം, അമ്മയെ സന്യാസത്തിന് അമ്മ സമ്മതിച്ച ചിലപ്പം മുതൽ കിട്ടാവോ? ശങ്കരൻ പറയണം, അമ്മ വിചാരിച്ചു ശരിയാണോ? മുതല കൊണ്ടുപോയാൽ കുട്ടി പോകും, സന്യാസിയാണ് ഇടയ്ക്ക് കാണാമല്ലോ. അങ്ങനെ ആകട്ടെ, അത്ഭുതം. മുതല കാലം വിളിച്ചു. ശങ്കരൻ അന്ന് ഭയങ്കര മഴയായിരുന്നു. ഈ മഴ മാറുന്ന ഒറ്റ മാറൂ, നാമം ജപിക്കാൻ മാറും. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി. അച്യുതാനന്ദ നാരായണ ഹരി. നമ പാർവതി പദയേ ഹര നമ പാർവതി പദയേ ഹര 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 മഹാദേവ ഹര ഹര മഹാദേവ. നമ പാർവതി പദയേ ഹര നമ പാർവതി പദയേ ഹര 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 മഹാദേവ ഹര ഹര വിശ്വം പശുപതി ഈശാന വിശ്വം പശുപതി ഈശാന കലയെ കാഞ്ചിപുരി നാദം കലയെ കാഞ്ചിപുരി നാദം ഫലയോജന പരമാനന്ദ യോജന ആനന്ദ ഫലയോജന പരമാനന്ദ പരമാനന്ദ ഉമാകാന്തഹര ത്രിപുരാരേ ഉമാകാന്തഹര ത്രിപുരാരേ. നമ പാർവതി പദയേ ഹര മഹാദേവ. ഇത് നമ്മുടെ വീട്ടിൽ രാമ രാമ രവികുല സോമ രാമ രാമ രവികുല സോമ കോദണ്ഡ രാമ ഭക്താഭിരാമ കോദണ്ഡ രാമ ഭക്താഭിരാമ. രാമ രാമ ഭാവേദ രാമ 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 ഭാവേദ രാമ. ജയ ജയ രാമ ജാനകി രാമ ജയ ജയ രാമ ജാനകി രാമ. രവികുല സോമ രാമ രാമ
വിപുല സോമ കോദണ്ഡരാമ പട്ടാഭിരാമ കോദണ്ഡരാമ പട്ടാഭിരാമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അപ്പോൾ ശ്രീശങ്കരൻ സന്യാസം സ്വീകരിച്ച് ഗുരുവിനെ തേടി പോവുകയാണ്. അങ്ങ് മധ്യപ്രദേശിന്റെ അങ്ങേയറ്റമുള്ള ഓംകാരേശ്വരം എന്ന് പറഞ്ഞൊരു ക്ഷേത്രം. ഓംകാരേശ്വരം ക്ഷേത്രത്തിന്റെ പിന്നിലുള്ള മലയിൽ ഒരു ഗുഹ. ആ ഗുഹയിലാണ് ഗോവിന്ദ ആചാര്യൻ ഗുരു താമസിക്കുന്നത്. ഗുരുവിനെ തേടിയാണ് ശ്രീശങ്കരൻ പോകുന്നത്. അന്ന് പാലങ്ങളില്ല, വലിയ റോഡുകളില്ല. ഇന്ന് കാണുന്ന ഒരൊറ്റ പാലം എല്ലാം കടക്കും. റോഡുമാർ വഴിമാർക്ക് എല്ലാം പോയി എന്ന് ആലോചിച്ചാൽ മതി. ഈ മല മുരുകനായ കണ്ടാൽ ചൈതന്യമുള്ള 8 വയസ്സുകാരൻ ഒറ്റയ്ക്ക് നിന്ന് നടന്നു പോവുക. അങ്ങനെയാണ് അവർ എത്തിയത്. ഗുരുവിന്റെ ആശ്രമത്തിലെത്തി. എന്തൊരു ശബ്ദം കേട്ടപ്പോൾ ഗുരു ചോദിച്ചു, ആരാ? അപ്പൊ കുട്ടി പറയുകയാണ്, ഞാൻ ദേഹമല്ല, ഞാൻ വായുവല്ല, ഞാൻ ഭൂമിയല്ല, ഞാൻ ജലമല്ല, ശിവോഹം 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 ശിവോഹം. അപ്പൊ തന്നെ ഗുരുവിന് മനസ്സിലായി ഈ വന്ന ആളെ മഹത്വം. ഉടനെ ഗുരു വന്നു, സ്വീകരിച്ചു, ശിഷ്യനായി സ്വീകരിച്ചു. 16 വയസ്സ് വരെ അവിടെ കഴിഞ്ഞു. അതിനിടയിൽ എല്ലാ പഠനങ്ങളും പൂർത്തിയായി. അതിനുശേഷം ഗുരു പറഞ്ഞു, ശങ്കരനോട് പറഞ്ഞു, കാശിയിൽ പോകും. കാശിയാണ് പണ്ഡിതന്മാരുടെ കൂട്ടായ്മകൾ. പണ്ഡിതന്മാർ സമയങ്ങളെല്ലാം അവിടെ ചർച്ചകൾ നടക്കും. വേദങ്ങളെപ്പറ്റി, സിദ്ധാന്തങ്ങളെപ്പറ്റി എല്ലാം ചർച്ച നടക്കും. അങ്ങനെ ശ്രീശങ്കരൻ അവിടെ പോയി ചർച്ചകളിലെല്ലാം പങ്കെടുത്തു. അവർക്കെല്ലാം മാർഗനിർദ്ദേശം നൽകി. അങ്ങനെ ശ്രീശങ്കരൻ ജഗദ്ഗുരുവായിരുന്നു. ജഗദ്ഗുരു ശങ്കരാചാര്യൻ. ധാരാളം ശിഷ്യന്മാരും. 16 വയസ്സാണ് ജാതകത്തിലുള്ളത്. അതിനിടയ്ക്ക് ഭഗവത്ഗീത, അതേപോലെ 4 പുണ്യഗ്രന്ഥങ്ങൾ അദ്ദേഹം ഭാഷ്യം ചെയ്തു. അതോടുകൂടി 16 വയസ്സ് 32 വയസ്സായിട്ടുണ്ട്. 16 വയസ്സ്
ഈ പുണ്യകർമ്മങ്ങൾ ചെയ്തപ്പോഴുള്ള ഫലമായി 32 വയസ്സായി ഉയർന്നു. ആ 32 വയസ്സിനിടയിൽ ഭാരതം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. 4 മഠങ്ങൾ സ്ഥാപിച്ചു. ശൃംഗേരി, പുരി, ദ്വാരക, ബദരി തുടങ്ങിയ 4 മഠങ്ങൾ. 4 മഠങ്ങളിലും 4 വേദങ്ങളെ പ്രതിഷ്ഠിച്ചു. 4 മഠങ്ങളിലും 4 വേദങ്ങളുടെ സന്ദേശങ്ങൾ, അയമാത്മാ ബ്രഹ്മ തത്വമസി തുടങ്ങിയ വേദമന്ത്രങ്ങൾ ആ മഠങ്ങളുടെ സന്ദേശമായി മാറി. ധാരാളം ശിഷ്യന്മാരുണ്ടായി. അതുമായി ധർമ്മപ്രചാരം. ശ്രീ ശങ്കരൻ അദ്വൈതാചാര്യൻ, രണ്ടല്ല ഒന്ന് തന്നെ. ഏകം സത് വിപ്ര ബഹുളാവ സത്യമൊന്നുമാണ്. ഏകം സത് എല്ലാം ബ്രഹ്മമാണ്. ബ്രഹ്മം ആ തരത്തിൽ ബ്രഹ്മമാണ് സത്യം. ജഗത് മിഥ്യ എന്ന തരത്തിൽ ശ്രേഷ്ഠമായ വേദ ഇത്തരമുള്ള പ്രദേശങ്ങളിൽ ഉപയോഗിക്കും. നമ്മുടെ നാട്ടിൽ വന്ന് കേരളത്തിലൊക്കെ വന്ന് മഹാക്ഷേത്രങ്ങളിൽ പൂജാ സമ്പ്രദായങ്ങൾ വ്യവസ്ഥയില്ല. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, ഗുരുവായൂര്, പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം ഇന്ന് കാണുന്ന പൂജാ സമ്പ്രദായങ്ങൾ വ്യവസ്ഥ ചെയ്ത് ശ്രീശങ്കരനാണ്. ഇന്നത്തെ പത്രം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഗുരുവായൂരിലെ ഉദയാസ്തമന പൂജ മാറ്റിവെച്ചതിൻ്റെ പേരിൽ തന്ത്രി കുടുംബത്തിലെ 9 പേർ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിരിക്കുക. ആ കേസിൽ അവർ പറഞ്ഞിരിക്കുന്നത് ജഗദ്ഗുരു ശങ്കരാചാര്യരുടെ കാലത്ത് ആരംഭിച്ചതാണ് ഉദയാസ്തമന പൂജ. അവിടുത്തെ പൂജ മുഴുവൻ ചിത്രങ്ങളെല്ലാം നിശ്ചയിച്ചത് ജഗദ്ഗുരു ശങ്കരാചാര്യനാണ്. ഇത് മാറ്റുക എന്ന് പറഞ്ഞാൽ ആചാരം തെറ്റിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് കേസ് കൊടുത്തിരിക്കുക. അപ്പം അങ്ങനെ ജഗദ്ഗുരു ശങ്കരാചാര്യൻ മുഴുവൻ ഭാരതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇന്ന് കാണുന്ന സനാതന ധർമ്മം, ഹിന്ദു ധർമ്മം ഇതേപോലെ നിലനിർത്താൻ കാരണക്കാരൻ ജഗദ്ഗുരു ശങ്കരാചാര്യൻ. 4 മഠങ്ങളിലൂടെയുള്ള ഭരണപ്രസാദം, 7 ഉപനിഷത്തുകൾ, അതിനെല്ലാം ഭാഷ ചെയ്തു ധാരാളം ശിഷ്യന്മാരെ ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുവന്നു ഭാരതത്തെ ഏറ്റവും ഉന്നതിയിലെത്തി. അതാണ് ജഗദ്ഗുരു ശങ്കരാചാര്യൻ. നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞത് അമ്മ പോയ സമയത്ത് ഒരു കാര്യം പറഞ്ഞു, അവനെ എനിക്ക് ആരുമില്ല, വെള്ളം തരാൻ പോലും ആരും ഉണ്ടാവില്ല. അപ്പം ശങ്കരൻ പറഞ്ഞു, അമ്മ എപ്പോഴാണോ വയ്യാതെ വരുമ്പോൾ എന്നെ സ്മരിച്ചാൽ ഞാനവിടെ എത്തും. അമ്മ വയ്യാതായി, സഹായിക്കാൻ ആരുമില്ല. ശങ്കരാണെന്നാണ് ജയിക്കാൻ തുടങ്ങിയപ്പോൾ ശങ്കരാചാര്യൻ്റെ അവിടെ എത്തി. അമ്മയുടെ അടുത്ത് എത്തി ശ്ലോകങ്ങൾ ചൊല്ലാൻ തുടങ്ങി. ഇതിനെ പറ്റി എല്ലാം ഓരോ കീർത്തനങ്ങൾ ചൊല്ലി. അവസാനം അമ്മ പറഞ്ഞു, ശ്രീകൃഷ്ണനെ പറ്റി ചൊല്ലി. ശ്രീകൃഷ്ണനെ അങ്ങനെ ശ്രീകൃഷ്ണനെ പറ്റി അങ്ങനെ ശങ്കരാചാര്യ ശ്ലോകങ്ങൾ ചൊല്ലി അമ്മ സന്തോഷമായി. ആ ശ്രീശങ്കരനൊരു പുസ്തകം ചെറിയ ബുക്ക്, അതിൻ്റെ പേരാണ് മാതൃപഞ്ചകം. എന്താണ് അത് എഴുതിയിരിക്കുന്നത്? അമ്മ അനുഭവിച്ച വേദനയും കഷ്ടപ്പാടും അതിൽ പകരം ചെയ്യാനുമാണ് ഒന്നുമില്ല. 10 മാസം എന്നെ അമ്മ ഗർഭിണിയായി ചുവന്നുകൊണ്ട് നടന്നു. പ്രസവിച്ച് മലമൂത്രാദികളിൽ അമ്മ കിടന്നു. എത്രയോ ദിവസം അമ്മയുടെ ഉറക്കം നഷ്ടപ്പെട്ടു. ഇതെല്ലാം നോക്കുന്നതും അങ്ങനെ അതിന് പകരം എന്തെങ്കിലും ചെയ്യാൻ എനിക്കൊന്നുമില്ല. എനിക്കൊന്നുമില്ല. ആ കൃതി വായിക്കുന്ന ഒരാൾ ഒരിക്കലും ഒരു അമ്മയെ കുറ്റം പറയും, ഒരിക്കലും ഒരു അമ്മയെ മറക്കില്ല. ഒരമ്മ ഓൾഡ് ഏജ് ഹോമിലാക്കില്ല. അമ്മ അവിടെ പോയി താമസിക്കാൻ പറയില്ല. സ്വന്തം അമ്മയെ നോക്കും. ജഗദ്ഗുരു ശങ്കരാചാര്യരുടെ അത്ര അമ്മ, ആ മാതൃഭക്തി
നമ്മുടെ ഭാരതത്തിൻ്റെ സവിശേഷത. നമ്മുടെ അമ്മമാരെ ദൈവതുല്യം കാണുന്നവരാണ്, ഈശ്വരനാണ്, ഈശ്വരിയാണ്. അതുകൊണ്ടാണ് ആചാര്യന്മാർ പറയുന്നത്, എത്ര നാര്യത്തു പൂജ്യന്തേ രമന്തേത പ്രദേവത. എവിടെയാണോ സ്ത്രീകളെ പൂജിക്കുന്നത് അവിടെ ദേവത കളിയാണ്, ഈശ്വര അനുഗ്രഹം ഉണ്ടാവും. അങ്ങനെ പറഞ്ഞു വരുന്നത് വീണ്ടും വീണ്ടും പറയുന്നത്, ഇന്നത്തെ കുടുംബത്തിൻ്റെ അവസ്ഥ നോക്കുമ്പോൾ ഒരു മാറ്റം വന്നേ പറ്റൂ. നമ്മുടെ വീട് ഐശ്വര്യമുള്ള വീടായിട്ട് മാറണം, ഭദ്രമായ വീടായിട്ട് മാറണം. നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും നമ്മുടെ മിടുമിടുക്കന്മാരും മിടിമിടുക്കുകളായിട്ട് മാറണം. എന്തെങ്കിലും പ്രലോഭനങ്ങളിൽ വീഴുന്നവരല്ല. എൻ്റെ ധർമ്മം, എൻ്റെ ആശയം, എൻ്റെ ആദർശം അതിനുവേണ്ടി ജീവിക്കുന്നവരാണ്. ആ തരത്തിൽ കുട്ടികളിലേക്ക് സംസ്കാരം പകർന്നു കൊടുക്കും. പൂർണ്ണമായി അവരുടെ വ്യക്തിത്വം എന്തെങ്കിലും കാട്ടിക്കൂട്ടലല്ല, ആ രീതിയിലുള്ള മിടുമിടുക്കന്മാർ വളർത്തുക. ആ രീതിയിൽ ചിന്തിക്കും. നമ്മുടെ ഹിന്ദു സമാജം ഇന്ന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുകയാണ്. ഹിന്ദു സമൂഹത്തിന് വിലയില്ലാതായിക്കൊണ്ടിരിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ക്ഷേത്രങ്ങൾ ഭരിക്കുന്നത് ഹിന്ദുക്കളല്ല. ഇവിടെ വരുന്ന ഗവൺമെൻറ് ആരാണ്, അവരാണ് ക്ഷേത്രം ഭരിക്കുന്നത്. വിശ്വാസിയല്ല. ശബരിമലയിൽ പോയി ദേവസ്വം മന്ത്രി ഭഗവാനെ തൊഴാതെ നിൽക്കുക. തീർത്ഥം കൊടുത്ത സമയത്ത് സാനിറ്റേഷൻ ചെയ്യുന്നത് പോലെ കൈ കഴുകി. അതാണ് നമ്മുടെ ദേവസ്വം മന്ത്രി. ഈ രീതിയിൽ നമ്മുടെ ക്ഷേത്രങ്ങൾ, വിശ്വാസങ്ങളെല്ലാം വളർന്നുകൊണ്ട് വരുന്നു. അതേസമയത്ത് ഇവിടുന്ന് ക്രിസ്ത്യൻ പള്ളികൾ ഭരിക്കുന്നത് അവരാണ്. ക്രിസ്ത്യൻ സംവിധാനമാണ്, ബിഷപ്പാണ്. അവരുടേതായ ആത്മായ സംഘടനകളുണ്ട്. മുസ്ലിങ്ങൾ ഭരിക്കുന്ന അവരുടെ ജമാഅത്താണ്. പള്ളിയിലെ 2 പള്ളികളിലെയും കാര്യങ്ങൾ നോക്കാൻ വേറെ ആരും അനുവദിക്കാറില്ല. പക്ഷെ നമ്മുടെ ആലപ്പുഴ മഹാദേവ ക്ഷേത്രം നമ്മൾ വിചാരിക്കുന്നവരല്ല പോകുന്നു. ഇന്ന് വേറെ ചില ആൾക്കാരുണ്ട് അങ്ങനെയാണ്. ഗുരുവായൂർ ക്ഷേത്രം അതിൻ്റെ പൂജ വേണ്ട. ശബരിമല ക്ഷേത്രം ഒന്ന് ആലോചിച്ച് നോക്കും. ശബരിമല ക്ഷേത്രത്തിൽ ആര് വരണം, ആര് വരണ്ട, 80,000 പേര് വന്നാൽ മതി. നിങ്ങൾ ആരാ തീരുമാനിക്കാൻ? ഈ കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ ഹിന്ദു സമാജം ധാരാളം വേദനകൾ അനുഭവിക്കും. പോകുന്ന വഴിയെല്ലാം നമുക്കറിയാം. ധാരാളം ഹോട്ടലുകൾ എല്ലാം പേര് മുഴുവൻ ആനന്ദഭവൻ, വെജിറ്റേറിയൻ. ആരാതിൻ്റെ ആൾക്കാർ? വേറെ ആൾക്കാർ. ഞാൻ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ പോയി. ആ ഉരുളി പൊട്ടിയ സ്ഥലം കാണാൻ പോയി. അപ്പോൾ ഒരു ഹോട്ടലിൽ കയറി. ഹോട്ടലിൻ്റെ പേരാണ് ശരവണ ഭവൻ. ആരാ ശരവണൻ? ശരവണ ഭവൻ. പേര് ഞാൻ നോക്കിയപ്പോൾ ഒരൊറ്റ ഫോട്ടോ ഇല്ല അവിടെ എഴുതുന്നു. അപ്പം എനിക്ക് സംശയം തോന്നി. അവിടെ സെക്യൂരിറ്റിക്കാരൻ്റെ ഒരാളുണ്ട്, പാണ്ഡ്യ, ഒരു ചന്ദനം കൊടുക്കുന്നു. ഞാൻ പാണ്ഡ്യൻ്റെ ചെവി പോയി ചോദിച്ചു, പാണ്ഡ്യ ഈ ഹോട്ടൽ ആരുടേതാണ്? അയാൾ പറഞ്ഞു സത്താറിൻ്റെ ആണ്. സത്താർ. ശരവണനെ വിശ്വാസമില്ല, ഹിന്ദുക്കളെ വിശ്വാസമില്ല, ഭഗവത്ഗീത വിശ്വാസമില്ല, അയ്യപ്പനെ വിശ്വാസമില്ല. അയാളുടെ ഹോട്ടലിൽ നോക്കുക. കാലടിയിലൊരു ഹോട്ടലുണ്ട്, ഉടുപ്പി വെജിറ്റേറിയൻ ഉടുപ്പി ഹോട്ടൽ. ആരാ നടത്തുന്നത്? മുസ്ലിം. ഞാൻ എന്നത് പറയണം, നമ്മൾ ഹോട്ടൽ നടത്തുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കഴിക്കാം. പക്ഷേ വെജിറ്റേറിയൻ ഉടുപ്പി ഹോട്ടൽ, മണികണ്ഠ വിലാസം, സ്വാമിയെ ശരണമയ്യപ്പ, വെജിറ്റേറിയൻ ഹോട്ടലിൽ എഴുതി വെച്ച് വഞ്ചിക്കുകയാണ് നമ്മൾ. 2, നിങ്ങൾക്ക് അമ്പലങ്ങളിലും വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന എണ്ണ നല്ലെണ്ണ, പവിഴം, സ്വർണം, മണ്ണാക്കുന്ന കുറേ പേരുണ്ട്. എല്ലാം മായമാണ്, മായം. ഇതിലേക്ക് നമ്മളെ ഇഷ്ടപ്പെട്ടില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട ട്രേഡ് മാർക്കായത് പവിഴം, സ്വർണം, പിന്നെ നമുക്ക് പറയുന്നു എല്ലാം മായം. മഞ്ഞപ്പൊടി മായം, മഞ്ഞപ്പൊടി മായം. നമ്മളെന്താ ഇങ്ങനെയൊക്കെ ആയത്?
ഇങ്ങനെ സാധനമെല്ലാം കഴിച്ച് മന്ത്രബുദ്ധികളൊക്കെ ഒറ്റ മാർഗമേ ഭഗവാനെ കൃഷ്ണ നേരായ വഴി കാട്ടു നൽകണം. ശരിയായത് കണ്ടെത്തി മുന്നോട്ട് പോകാൻ കഴിയണം. ശരിയും തെറ്റും മനസ്സിലാക്കാൻ ഭഗവാനെ എന്നെ അനുഗ്രഹിക്കണം. എല്ലാം ഒരേപോലെ ഇരിക്കാം, പക്ഷേ അതിൽ തിരിച്ചറിയാൻ നമുക്ക് കഴിയും. തിരിച്ചറിവ് വേണം, ചിന്തിച്ചപ്പോൾ തിരിച്ചറിവ് വേണം. നമ്മൾ കേട്ടില്ല നടന്റെ വിവാഹം, ദമയന്തി വിവാഹത്തിന് വരുമ്പോൾ ദമയന്തി മാലയെക്കാട്ടി നിൽക്കുകയാണ്. അപ്പോഴും നോക്കുമ്പോൾ 3 നടന്മാർ ഒരുമിച്ച് വരും. 3 നടന്മാർ ദേവേന്ദ്രന്റെ പണിയാണ്. 3 നടന്മാർ ഇങ്ങനെ വന്നു. ദമയന്തി എന്ത് ചെയ്യും? പക്ഷെ ഭക്തയായ ദമയന്തി ഒന്ന് സൂക്ഷിച്ച് നിരീക്ഷിച്ചപ്പോൾ ദേവന്മാരുടെ കാലുകൾ ഭൂമിയിൽ തൊടാറില്ല. ദേവന്മാരുടെ കാലുകൾ ഭൂമിയിൽ തൊടാറില്ല. ഒരു 5-10 ഇഞ്ച് അങ്ങനെ ഉയർന്നു. ഒറ്റ 2 കാല് മാത്രമേ ഭൂമിയിൽ തൊട്ടുള്ളൂ. അതാരാ? നളൻ. ദമയന്തി മുമ്പേ ഇവിടെ മുഴുവൻ എങ്ങനെയുള്ള വഞ്ചനയാണ്. വഞ്ചന അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയും. ശുദ്ധമായ എണ്ണ, ശുദ്ധമായ ഭക്ഷണം, നമ്മുടെ ആചാര്യന്മാരെല്ലാം പറയും. ശുദ്ധമായ വാക്ക്, ശുദ്ധമായ ചിന്ത, ശുദ്ധമായ ഭക്ഷണം, ശുദ്ധമായ ദേഹം, എല്ലാം ശുദ്ധിയുടെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് നമ്മളെ വെല്ലുവിളികളില്ലേ ശബരിമലയിൽ പോകുന്ന സമയം 41 ദിവസത്തെ വ്രതം നിർബന്ധമായിട്ട് വേണം. 41 ദിവസത്തെ വ്രതം നിർബന്ധമായി വേണം. എന്തിനാണ് വ്രതം? 41 ദിവസം വ്രതം അനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ ശരീരശുദ്ധി, ഹൃദയശുദ്ധി, എല്ലാ ശുദ്ധി മാത്രമല്ല, പൂർണ്ണമായ ആത്മവിശ്വാസം, ഏകാഗ്രത, നല്ല ആരോഗ്യം, ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്നൊന്നും പറയുന്നത് വ്രതസംബന്ധമാണ്. ഈ ഗുണങ്ങൾ മുഴുവൻ നമുക്ക് കിട്ടും. അതിനാണ് വ്രതം അനുഷ്ഠിക്കുന്നത്. വീട്ടിൽ നിന്ന് ഒരാൾ ശബരിമല പോകുന്നുണ്ടെങ്കിൽ ആ വീട് വ്രതമുള്ളതായിരിക്കും. അതങ്ങനെയായിരുന്നു, വ്രതമുള്ളതായിരിക്കും. രാവിലെ എണീക്കുന്നു, ശരണം വിളിക്കുന്നു. അമ്മ കുളി കഴിഞ്ഞിട്ട് അടുക്കളയിൽ പോകുന്നു. അടുക്കളയിൽ നടക്കുന്നത് ഒരു വലിയ മഹത്തായ ചടങ്ങാണ്. ഒരു ഗണപതി ഹോമത്തിന് ഫലം ചെയ്യുന്നതാണ് അടുക്കള ആദ്യത്തെ അഗ്നി കൂട്ടൽ. ഇങ്ങനെയെല്ലാം ഒരു വീട് ഐശ്വര്യമുള്ളതും വൃത്തിയുള്ളതും ശുദ്ധമായ വീടായിരിക്കും. നമ്മളെല്ലാം ഈ മണ്ഡലക്കാലം ആരംഭിക്കുമ്പോൾ മണ്ഡല വൃത്തികം 1 മുതൽ അങ്ങനെ നമ്മുടെ ജീവിതത്തിലൊരു വൃത്തികം നമുക്ക് അറിയാം. ചുറ്റുപാട് മുഴുവൻ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ചെറുപ്പക്കാരൻ ലഹരി കഴിയും. ലഹരി എന്ന് വെച്ചാൽ കഞ്ചാവ്, പ്രത്യേക തരത്തിലുള്ള ഗുളികകൾ, ഇഞ്ചക്ഷൻ, പ്രത്യേകമായ പേസ്റ്റ്, എല്ലാം നമ്മളറിയില്ല. പക്ഷേ ഇവരിങ്ങനെ പല നേരം നിൽക്കുന്നു. നമുക്ക് വേണ്ടത് എന്താണ്? ലഹരി വേണം എന്ന് ഞാൻ പറയുന്നു. പക്ഷെ പൂങ്കാനത്തിനൊരു ലഹരിയുണ്ട്. പൂങ്കാനത്തിന്റെ ലഹരി ഉണ്ടായിരുന്നു. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന ഗോവിന്ദനാരായണ ഹരി. കൃഷ്ണനാമങ്ങൾ ജപിച്ചാടുന്ന മേൽപ്പത്തൂർ നാരായണ ഭക്തിക്കൊരു ലഹരി ഉണ്ടായി. അതെന്തായിരുന്നു? നാരായണി. മാതം കൊണ്ട് കഷ്ടപ്പെട്ട സമയത്ത് എഴുത്തച്ഛനെ പോയി കണ്ടു. എഴുത്തച്ഛൻ പറഞ്ഞു, മത്സ്യം വിട്ടുകൂട്ടു, മത്സ്യം വിട്ടുകൂട്ടു. നാരായണഭട്ടതിരി വിചാരിച്ചു എന്നെ അപമാനിച്ചു, കുറ്റം പറഞ്ഞു. നാരായണഭട്ടതിരിക്കൊണ്ട് മത്സ്യം പറഞ്ഞിരിക്കുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിടികിട്ടി, ഇവിടെ പ്രവർത്തിക്കും. അപ്പം പിടികിട്ടി. അതെന്താണ്? മത്സ്യാവതാരം മുതൽ ഭഗവാനെ പ്രകീർത്തിക്കുന്നു. അങ്ങനെ നാരായണി. അതിൽ നാരായണഭട്ടതിരി അങ്ങനെ കിട്ടുകയും
അത് ഒരു ലഹരി. അങ്ങനെ ധാരാളം പേരുണ്ട് പണ്ഡിതന്മാരായ ആൾക്കാർ. പൂന്താനം വലിയ പണ്ഡിതനായിരുന്നില്ല, അരക്കവിയായിരുന്നു. നമ്മൾ കേട്ടിട്ടുണ്ടാകും, വലിയ പണ്ഡിതനം മേൽപ്പത്തോടെ അടുത്തുകൊണ്ട് പൂന്താനം തന്നെ കൃതിയൊന്നും കൊടുക്കുന്നു നോക്കി തന്നെ അവരെ അങ്ങനെയുണ്ട്. അപ്പോൾ അശ്വിനി മേൽപ്പത്തൂരിന്റെ വിഭക്തിയേക്കാൾ പൂന്താനത്തിന്റെ ഭക്തിയാണ് എനിക്കിഷ്ടം. മേൽപ്പത്തിന് വലിയ പണ്ഡിതനാണ്, പക്ഷെ എനിക്ക് പൂന്താനത്തില്ല. അവസാനം പൂന്തനിൽ ദുഃഖമൊക്കെ ഉണ്ടായി. ആകെയുണ്ടായിരുന്ന ഉണ്ണി മരിച്ചുപോയി. പക്ഷെ അവസാനവും ഇതിന് സന്തോഷം കണ്ടെത്തി. എന്താണെന്നറിയാം, ഉണ്ണിക്കണ്ണൻ മനസ്സിൽ കളിക്കുമ്പോ ഉണ്ണികൾ മറ്റു വേണമോ മക്കള. മരിക്കുന്നവർ തല്ലിട്ട് കാര്യമില്ല, ഭഗവാൻ നിശ്ചയമാണ്. എനിക്ക് കണ്ണനോടൊപ്പം വേറെ എന്ന രീതിയിൽ പൂന്താനം അങ്ങനെ മനസ്സിൽ ശാന്തിയെ സമാധാനം. ഭക്ത മീരയെ പറ്റുന്നുണ്ട്. മീര ഭഗവാനെ പറ്റി പാടിപ്പാടി മീരയുടെ ഭക്തി എന്ന് പറഞ്ഞാൽ അത് അങ്ങേറ്റത്തെ ലഹരിയായിരുന്നു. ഞാൻ ഉത്തരഭാരതത്തിൽ ഒരു സ്ഥലത്ത് ക്ഷേത്രത്തിൽ പോയപ്പോൾ അളന്തിയിലോ ആ ക്ഷേത്രത്തിൽ പോയി കണ്ട കാഴ്ച ഭജന നടക്കി. ഒരു 10-40 പേരും ഒരേ വേഷം, തൊട്ടിയൊക്കെ ഉണ്ട്, വെള്ളത്തൊട്ടി. അങ്ങനെ അവർ വരി വരിയായിട്ട് നിൽക്കുക. 1, 2, 3, 10 പേര് വീതമുള്ള 4 വരി. അവരുടെ കയ്യിൽ ചപ്പളം കണ്ട ഒരു സാധനമുണ്ട്, അത് വെച്ചിട്ട് അതിന് പാടുകയുണ്ട്. കുറെ കഴിയുമ്പോൾ ആ ഭജന ഈ വരികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. നൃത്തം ചവിട്ടുന്നത് ശരിക്കങ്ങനെ ലഹരിയിൽ മുഴുകി നിൽക്കുന്നു. ഇന്ന് അതേപോലെ അമേരിക്കയിൽ ന്യൂയോർക്കിലൊക്കെ പോയാൽ കാണും ഹരേ കൃഷ്ണ 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 മാറ്റൊക്കെ എല്ലാം മറന്നു മടാമേ സായിപ്പ് എല്ലാം കൃഷ്ണനാമം കേൾക്കുന്ന ഇതേപോലെ അന്തരീക്ഷമായിരുന്നു അയോധ്യയിൽ. ഇനി അടയ്ക്കുന്ന അയോധ്യ പറഞ്ഞില്ല. അയോധ്യയിൽ 2 കരസേവ സമയത്ത് ലക്ഷങ്ങൾ ഒന്നിച്ചു വന്ന് ജയ ശ്രീരാം ജയ ശ്രീരാം ജയ ശ്രീരാം ജയ ശ്രീരാം. 1-2 ലക്ഷങ്ങളാണ്. എല്ലാവരും മനസ്സിലെ പൂർണ്ണമായ സങ്കല്പത്തോടെ ഈ വിളിക്കുന്ന ധ്വനി വരുമ്പോൾ അതിലൊരു ശക്തിയുണ്ട്. അതാണ് ഈ ഭാരതത്തിന്റെ സവിശേഷത. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, ഈ ഭാരതത്തെ ഉയർത്തണമെങ്കിൽ മതത്തിന്റെ ദൃഷ്ടിയുള്ള വിളികൾ. മതം രണ്ട് പറഞ്ഞാൽ ഉയർത്താൻ പറ്റില്ല. നിങ്ങൾ വലിയ സോഷ്യലിസ്റ്റ് അത് മണ്ണാക്കാൻ പറഞ്ഞ ഒരു കാര്യമില്ല. അതാ നോക്ക്, ജനുവരി 22-ാം തീയതി അവിടെ പ്രാണപ്രതിഷ്ഠ നടന്നു. ലോകം മുഴുവൻ ശ്രദ്ധിച്ചു. ലക്ഷങ്ങൾ അവിടെ എത്തി. ഇവിടെ ഇരിക്കുന്ന പലരും അവിടെ എത്തി. അതേപോലെ സോമനാഥ ക്ഷേത്രം 17 പ്രാവശ്യം തകർന്നു. ഞാൻ അവിടെ പോയി. മഹാദേവൻ സമുദ്രത്തിന്റെ തീരത്ത് തിരകൾ അങ്ങനെ ആഞ്ഞ് അടിച്ചു വരുമ്പോൾ ഇവിടെ ദീപാരാധന സമയത്ത് 10,000 ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ. അമ്മമാരെ സഹോദരിമാർ, ഇതുവരെ നമ്മൾ കേട്ടിരിക്കുന്ന കാശ്മീരിൽ വെടിശബ്ദമാണ്. വെടിശബ്ദം കാശ്മീരിൽ പോകാനൊരു അവസരമുണ്ട്. 4 ദിവസം ശ്രീനഗറിൽ താമസിച്ചു. കാവിമുണ്ട്, ചന്ദനപ്പൊട്ട്, അതിൻ്റെ മുകളിൽ കുങ്കുമം വെള്ളമായിട്ട് അങ്ങനെ നടന്നു. ഒരു കടയിൽ പോയി ചായ കുടിച്ചു. ഞങ്ങൾ 3 പേരുണ്ട്. ഒരാളും ഞങ്ങളെ തുറച്ചു നോക്കി. പണ്ട് നടക്കാൻ പറ്റില്ലായിരുന്നു. അവിടെ ജഗദ്ഗുരു ശങ്കരാചാര്യ സ്ഥാപിച്ചൊരു ശിവക്ഷേത്രമുണ്ട് ശ്രീനഗറിന്റെ നടുക്ക്. ശ്രീ ശങ്കര ഫോറസ്റ്റ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു. 243 അടി മതകൾ കയറി അവിടെ ചെല്ലുമ്പോൾ ഒരു മഹാദേവൻ, ഒരു ഭാഗത്ത് ശ്രീശങ്കരൻ, എല്ലാം പോയി. തടാകത്തെ കൂടെ ആ ബോട്ടിലൊന്ന് സഞ്ചരിച്ചു. അപ്പോഴത്തെ ചെറിയ വെള്ളങ്ങൾ വന്നാൽ പഴങ്ങളെല്ലാം ഇങ്ങനെ കൊടുത്തുമുട്ടും ചെറിയ പാത്രങ്ങൾ ഇതിൽ തരും.
അതെല്ലാം കഴിച്ച് മനസ്സിലായി ഈ മാറ്റം എന്തുകൊണ്ട് വന്നു? ഈ മാറ്റം എന്തുകൊണ്ട് വന്നു? ഈ അമ്പലത്തിന്റെ ചരിത്രം മുഴുവൻ അറിയാമെന്ന് കഴിഞ്ഞിട്ട് ഈ അമ്പലത്തിന്റെ ചരിത്രം നോക്കൂ. ഇത് കേവലം വെറും കരിങ്കല്ലുകളായിട്ട് കിടന്നൊരവസ്ഥയാണ്. ഞാൻ അവസ്ഥ കണ്ടിട്ടുണ്ട്. വെറും കൂട്ടായ പരിശ്രമം കൊണ്ട് നാമജപത്തിലൂടെ ആരാധനയിലൂടെ ക്ഷേത്രം ഉയർന്നു. സമാജം ഒന്നിച്ചു വരുമ്പോൾ ഇച്ഛാശക്തിയോടുകൂടി ഒരു കാര്യം തീരുമാനിച്ചത് നടക്കും. ഉദാഹരണം അയോധ്യ, ഉദാഹരണം സോമനാഥ ക്ഷേത്രം, ഉദാഹരണം കാശി. കാശിയിൽ നിന്ന് പോയി നോക്കും, പഴയ കാശിയല്ല. വളരെ മനോഹരമായ നല്ല സ്നാനഘട്ടങ്ങളും കാര്യങ്ങളെല്ലാം. കഴിഞ്ഞ 16-ാം തീയതി ഞാൻ പ്രയാഗ്രാജിൽ പോയിരുന്നു. പ്രയാഗ്രാജ് കുംഭമേള നടക്കുന്ന പ്രയാഗ്രാജ് ഗംഗയിൽ പോയി അങ്ങനെ മുങ്ങിക്കുറിച്ചു. മനോഹരമായ എല്ലാ സ്ഥലങ്ങളും വൃത്തിയാക്കി. കാരണം അടുത്ത കാലത്തൊന്ന് ഹിന്ദു മുന്നേറ്റ ഹിന്ദു സമാജത്തിന്റെ ഉണർവ്, അതാണ് അതിന് കാരണം. അമ്മമാരെ, സഹോദരിമാരെ, ഈ ഉണർവ് എങ്ങനെയുണ്ടോ? നമുക്ക് ചാനലുകളുണ്ട്, മൊബൈലുണ്ട്, ഇതെല്ലാം ഉണ്ടെങ്കിലും ഞാൻ അറിയേണ്ടത് അറിയണം. എൻ്റെ കുഞ്ഞുങ്ങൾ അറിയേണ്ടത് അറിയണം. ഇവിടുത്തെ ചരിത്രം അറിയണം. ഇവിടുത്തെ പാരമ്പര്യം മനസ്സിലാക്കണം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ടിട്ടല്ല. നിർഭാഗ്യവശാൽ ഇന്നത്തെ വിദ്യാഭ്യാസം മുഴുവൻ തലകീഴായി പോയി. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി കുഞ്ഞിൻ്റെ വായിലേക്ക് ഹരിശ്രീ എഴുതി കൊടുക്കുമ്പോൾ ഹരിശ്രീ വേണ്ടെന്ന് വെച്ചു. ഹരിശ്രീ ഗണപതയേ നമ വേണ്ടെന്ന് വെച്ചു. ആലോചിച്ചു, എല്ലാം അനുഭവിച്ചോളും. പണ്ട് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള എന്ന് പറഞ്ഞൊരു യുക്തിവാദി ഉണ്ടായിരുന്നു. അവസാനം മരിക്കുന്ന സമയത്ത് കഷ്ടപ്പെട്ട് അവസാനം നാരായണ ഞാനീ ഏഴന്റെ മുമ്പ് വെച്ച പറയുന്നത്. അടുത്തറിയാവുന്ന ആളെന്നോട് പറഞ്ഞു ആ രീതിയിൽ. അടുത്ത കാലത്ത് MP വാസുദേവൻ നായർ ഗുരുവായൂർ പോയി. 2-ാം ഊഴം വഴി മഹാഭാരതത്തെ വികലമാക്കിയ വാസുദേവൻ നായർ അവിടെ പോയി. ഗുരുവായൂരപ്പ. M മുകുന്ദൻ ഇടതുപക്ഷം കരിഞ്ഞ് നടക്കുന്ന ആളാണ്. ഗുരുവായൂർ പോയി ദർശനം നടത്തി. പഞ്ചസാരയും വെണ്ണയും സ്വീകരിച്ചു. ഭഗവാന്റെ ലീലകൾ. ഞാനിത് പറഞ്ഞു വന്നൊരു ഉദ്ദേശം, സപ്താഹം നടക്കുന്നതോടൊപ്പം ഓരോ അമ്മയുടെ മനസ്സിലൊരു സങ്കല്പം ഉണ്ടാകും. നമ്മൾ മക്കൾ എന്തായി മാറും, എൻ്റെ വീട് എങ്ങനെയായിരിക്കണം, സ്വയം പര്യാപ്തമായിരിക്കണം ഓരോ വീടും. വരമനുസരിച്ച് ചെലവാക്കണം. എന്നിട്ട് അമ്പലത്തിൽ കൊടുക്കാതിരിക്കും. അമ്പലത്തിലൊക്കെ പൈസ കൊടുക്കണം, നമ്മുടെ കടമ. ആ രീതിയിൽ ഓരോ വീടും ഐശ്വര്യമുള്ള വീടായിട്ട് മാറും. നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. പക്ഷേ വിദ്യാഭ്യാസം മാത്രം പോലെ MBA ഇതൊക്കെ കൊടുക്കുന്നത്. പക്ഷേ അച്ഛനെ ബഹുമാനിക്കാൻ അറിയില്ല, അമ്മയെ ബഹുമാനിക്കാൻ അറിയില്ല. ചങ്ങനാശ്ശേരി പ്രൊഫസറുടെ വീട്ടിൽ ഞാനങ്ങനെ ഇരിക്കുകയാണ്. പ്രൊഫസറും ഞാനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തെ പ്രൊഫസറുടെ ഇപ്പുറത്തെ ഇടതുവശത്ത് പ്രൊഫസറുടെ അനിയനിരിക്കുന്നു. അനിയൻ NGO യൂണിയൻ്റെ നേതാവ്. അപ്പം വയസ്സായ അച്ഛനിങ്ങനെ നടന്നു വരുന്നു. ഞാനും പ്രൊഫസറും എഴുതിയിട്ട് നിന്നു. NGO യൂണിയൻ്റെ പ്രൊഫസറുടെ അനിയനോട് പ്രൊഫസർ പറഞ്ഞു, എടാ എനിക്ക് പ്രൊഫസറുണ്ട്, എനിക്കതൊന്നും വിശ്വാസം, എനിക്ക് അത് വിശ്വാസമില്ല. നമ്മുടെ ഓരോ തലമുറയിലെ ആൾക്കാരെ മുഴുവൻ വഴിതെറ്റിച്ച് ഹിന്ദു പാരമ്പര്യത്തെ, ഹിന്ദു സംസ്കാരത്തെ അവഗണിച്ച് ഭഗവത്ഗീതയും രാമായണത്തെയും മഹാഭാരതത്തെ ആക്ഷേപിച്ച് എല്ലാം കെട്ടുകഥയാണെന്ന് പറഞ്ഞ് ഈ നാട്ടിൽ ജീവിക്കുന്ന കുറേ ദുഷ്ടജീവികളുണ്ട്. ഡോക്ടർ ഗോപാലകൃഷ്ണന്റെ ഭാഷയിൽ പറഞ്ഞാൽ ദുഷ്ടജന്മം. ഗോപാലകൃഷ്ണൻ പറഞ്ഞ ആ രീതിയിൽ നിങ്ങൾ കേൾക്കാറില്ലേ? എന്തറിഞ്ഞിട്ടാണ് അവർ പറയുന്നത്? ഭഗവത്ഗീതയെ പറ്റി കഴിഞ്ഞ ദിവസം ഏതൊരു ചാനലിൽ വന്നില്ല, മോശമായ രീതിയിൽ. തിരുമേണ്ട സ്വാമിജിയാണ് ഭഗവത്ഗീതയ്ക്ക് കേരളത്തിൽ ഇത്രയും പേരോട്ടമുണ്ടായത്. ഇംഗ്ലീഷ് അദ്ദേഹത്തിൻ്റെ ഗീതാത്മഭാഷയും എത്രയോ ക്ഷേത്രങ്ങളിൽ അതൊന്ന് കാണേണ്ടതായിരുന്നു. കണ്ണുകൾക്കൊക്കെ അറിയാം. നമ്മൾ ചില സന്ദർഭങ്ങളിലൊക്കെ ഒരു പരശുരാമന്റെ ഭാവത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വളർന്നിട്ട് പറഞ്ഞിട്ട് ഗംഭീരമായ പ്രഭാവം. ഞാൻ പല പ്രാവശ്യം
ലോകം മുഴുവൻ തിന്നാനുസവനെ സ്വീകരിച്ചു. അതേപോലെ എത്രയോ മഹാപുരുഷന്മാർ, ആചാര്യന്മാർ, സന്യാസിമാരെ ഇവിടെ കൂടെ ക്ലാസ്സിൽ കയറാതെ കുറേ കൂടെ പോയി ഡിഗ്രിയും അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ നേടിയ ഈ വിദ്വാന്മാരെ ഇതുവരെ പഠിക്കാതെ നോക്കാതിരുന്നു വ്യാഖ്യാനിക്കുക. സ്വന്തം അച്ഛനെ അവനെ ബഹുമാനമില്ലാതെ ആലോചിക്കുന്നത് ഈ ഭാരതത്തിൻ്റെ സവിശേഷതയാണ്. ലോകം മുഴുവൻ നമ്മൾ നശിപ്പിക്കാൻ നോക്കുകയാണ്. പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ മദാമ്മയുടെ സാഹിബിൻ്റെ സംസ്കാരം ഇവിടെ അടിച്ചേൽപ്പിക്കാൻ വിദ്യാഭ്യാസം മുഴുവൻ അങ്ങനെയാണ്. അതിനേക്കാൾ കടന്നു വിവാഹം വേണ്ട, വിവാഹം വേണ്ട, കൂട്ടായി ജീവിക്കാം. ഞാൻ പുതിയ വാർത്തകളാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. കൂട്ടായിട്ട് ജീവിക്കാം, വിവാഹം വേണ്ട. ഒന്ന് ആലോചിക്കുന്നത് രാഷ്ട്രത്തിൻ്റെ അസ്തിത്വത്തെ തകർക്കുന്ന, ഭാരതീയ പാരമ്പര്യത്തെ തകർക്കുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാക്കുന്നത്. മഹത്തായ മുൻകണ്ടിട്ടുള്ള വിവാഹത്തിലുള്ള ഒരു കുടുംബം, ഈ രാഷ്ട്രത്തിൻ്റെ ശക്തി അങ്ങനെ എത്രയോ കുടുംബങ്ങളിലൂടെയാണ് വളർന്നു വരുന്നത്. ഇതെല്ലാം തകർക്കാൻ ശ്രമിക്കും. വിദ്യാഭ്യാസം അതുപോലെ തന്നെ. എല്ലാം ഹിന്ദുവിനെ പറ്റി പറയും. രാമായണത്തെ, ഭഗവത്ഗീതയും മഹാഭാരതത്തെ മാറ്റുന്നതാണ്. ശബരിമല സങ്കല്പങ്ങൾ, പൂജകൾ എല്ലാം, സംസ്കൃത ഭാഷ എല്ലാം, പിന്നെ എല്ലാത്തിനകത്തൊരു ബ്രാഹ്മണിക്ക് പെൺകുടി, പാൽപ്പായസം മുതൽ എല്ലാത്തിനും ഒന്നാലോചിക്കുന്നത് ഒരാവശ്യമില്ലാത്തതാണ്. പക്ഷേ ഈ ലോകം മുഴുവൻ നോക്കും, അതിക്രൂരന്മാരായ ആൾക്കാർ ആരാധന കേന്ദ്രങ്ങൾ തകർക്കുന്നു, അമ്മമാരെ സഹോദരിമാരെ ചപ്പുചവറാക്കി നശിപ്പിക്കുന്നു, എല്ലാ തലങ്ങളിലും ഹോസ്പിറ്റലിൽ ഉൾപ്പെടെ ബോംബ് വർഷിക്കുന്നു. ലോകം മുഴുവൻ നോക്കും. ഇത്രയും ശാന്തമായി ഈ ഭാരതത്തിൽ എവിടെയും ഏത് പൂജയും നടത്താം, ഏത് ആരാധനയും നടത്താം, ബിഷപ്പുമാർക്ക് പ്രാർത്ഥന നടത്താം, അവരുടെ പള്ളി പെരുന്നാൾ നടത്താം, നബിദിനം നടത്താം, പാങ്കുവിളി നടത്താം, എല്ലാം നടത്താം. എന്തേ കാരണം? ഇവിടെ മഹാഭൂരിപക്ഷം ഹിന്ദുക്കളായതുകൊണ്ട്. ഹിന്ദുവിനെ ആരും ഒന്നും പഠിപ്പിക്കേണ്ട, അവനെല്ലാവരും ഉൾക്കൊള്ളുന്നവരാണ്. അവൻ സത്യത്തെ, ധർമ്മത്തെ സ്വീകരിച്ചവനാണ്. അവന് സാമ്പത്തികമായ പരാധീനതകൾ ഉണ്ടാകാം, പക്ഷേ അവരൊരിക്കലും മറ്റുള്ളവരെ ദ്രോഹിക്കാറില്ല, അറിഞ്ഞ് കുഴപ്പങ്ങൾ ഉണ്ടാക്കാറില്ല, മായം ചേർക്കാറില്ല. ഈ മായവും ചതിവും വഞ്ചനയും കള്ളനോട്ടൊക്കെ പിന്നീട് വന്നത്. ഇവിടെ മുഴുവൻ സത്യത്തിൻ്റെ, ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജീവിതമായിരുന്നു. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്ന പൂർണ്ണ വിശ്വാസമുണ്ട്. ഇവിടുത്തെ ജീവികളെ സ്നേഹിക്കുന്നവരാണ്. ഈശാവാസമിതം സർവം. ഈ തുണിലും തുരുമ്പിലും എല്ലാം ഈശ്വരനുണ്ട്. ആ രീതി അമ്മമാരെ ഞാനിതൊക്കെ പറഞ്ഞു. വരാൻ പോകുന്ന നാളുകൾ നിർണായകമായ കാലഘട്ടമാണ് വരാൻ പോകുന്നത്. വലിയൊരു ജാഗ്രത വേണം. ഭക്ഷണത്തിൽ, വെള്ളത്തിൽ, യാത്രയിൽ, വിദ്യാഭ്യാസത്തിൽ എല്ലാം മായം ചേർക്കുകയും എന്തും സംഭവിക്കാവുന്ന രീതി. കുറേക്കൂടെ പറഞ്ഞാൽ ഇപ്പം മുൻപത്ത് വലിയൊരു സമരം നടക്കും. 600 വീട്ടുകാർ അവരുടെ സ്ഥലം മുഴുവൻ വഖഫില്ലാന്ന് പറഞ്ഞിട്ട് ഒരു ഫത്വ പറഞ്ഞില്ല. വഞ്ചനയാണ്, ചതിവാണ്. അപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു കാര്യം പറയാം. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് രാജ്യം വിസ്തൃതമായി. ശ്രീ പത്മനാഭസ്വാമിയുടെ മുന്നിൽ നിന്ന് മാർത്താണ്ഡവർമ്മ രാജാവ് പറഞ്ഞു, ഞാൻ ഈ തിരുവിതാംകൂർ മുഴുവൻ ശ്രീ പത്മനാഭൻ അടിയറ വയ്ക്കുന്നു. ഞാൻ ഇന്നു മുതൽ ശ്രീ പത്മനാഭദാസ മാർത്താണ്ഡവർമ്മ, ശ്രീ പത്മനാഭദാസ അരുഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്ന് പറഞ്ഞു. ആരുടെയാണ് ഈ പ്രദേശം മുഴുവൻ? ആരുടെയാ? കുമാരനെല്ലൂര് ഏതെങ്കിലും കഥ അറിയാവുന്നവരുണ്ടോ? ഒരിക്കൽ രാജാവ് വന്ന സമയത്ത് നമുക്കറിയാം, കുമാരനെല്ലൂരും കുമാരനെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയാണ്, സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിക്കാനാണ് അമ്പലം ഉണ്ടാക്കിയത്. പക്ഷെ അതിനിടയ്ക്ക് മധുരയിൽ നിന്ന് ഇങ്ങനെ ഒരു ചൈതന്യം ഇങ്ങനെ വരികയും അവിടെ കയറിയിരിക്കുകയും, പിന്നെ നോക്കുമ്പോൾ കുമാരനല്ല ഊരിൽ ദേവിയാണെന്നുള്ള നിലയിൽ അവിടെ ദേവീക്ഷേത്രമായിട്ട് മാറി. രാജാവ് ഇങ്ങനെ വന്ന സമയം ആ പ്രദേശങ്ങളും കൂടി, രാജാവ് എന്തോ ഇതിനെപ്പറ്റി പറഞ്ഞു. രാജാവ് വരുന്ന സമയത്ത് എല്ലാം മഞ്ഞും
മഞ്ഞ്. അപ്പോൾ രാജാവ് എന്തോ ജ്യോത്സ്യനോട് ചോദിച്ചപ്പോൾ ദേവിയുടെ ഇതാണെന്ന് പറഞ്ഞു. രാജാവ് വെച്ച് പ്രഖ്യാപിച്ചു, ഈ മഞ്ഞ് മൂടിയ പ്രദേശം മുഴുവൻ കുമാരനോട് ദേവസ്വത്തിൽ ഞാൻ ദാനം ചെയ്തിരിക്കുന്നു. മാഞ്ഞൂരുള്ള ഏത് വീട്ടിൽ പോയി നിങ്ങൾ ആധാരം നോക്കിക്കോളും, കുമാരനല്ലൂർ ദേവസ്വം, കുമാരനല്ലൂർ ദേവസ്വം. ഇത് സത്യമാണ് ഞാനീ പറയുന്നത്. അന്വേഷിച്ചു, കുമാരനല്ലൂർ ദേവസ്വം. ഇങ്ങനെ ഓരോ പ്രദേശങ്ങളും നോക്കുമ്പോഴും ക്ഷേത്രങ്ങൾ, ഭൂമി, ഇതെല്ലാം ധാരാളം നമ്മുടെ ക്ഷേത്രങ്ങൾ ഉപയോഗിക്കുന്നു. ഇത് നമുക്ക് എങ്ങും കേട്ട് കേൾവിയില്ലാത്ത തരത്തിൽ നമ്മളെ കടന്നാക്രമിക്കും. വിശ്വാസത്തെ, ക്ഷേത്രത്തെ, ശബരിമല, ഏറ്റവും കൂടുതൽ ഭക്തന്മാർ വരുന്ന ശബരിമല തകർക്കുക എന്നുള്ള ഗൂഢാലോചനയാണ്. ഓരോ കാര്യങ്ങളിൽ ഇടപെടുകയാണ്. വരുന്ന അയ്യപ്പന്മാരെ മുഴുവൻ പീഡിപ്പിക്കുക, കുടിക്കാൻ വെള്ളമില്ല, ജീവിക്കാൻ വെരിവെക്കാൻ സ്ഥലമില്ല, എല്ലാ തരത്തിലും പീഡിപ്പിക്കുക. ഈ അങ്ങോട്ട് വരരുത്. പക്ഷെ അയ്യപ്പൻ്റെ ശക്തി കാരണം കഷ്ടപ്പെട്ട് വരുന്ന കാലം പോലും ഇല്ലാത്ത ആൾക്കാർ സ്വാമിയെ ശരണമയ്യപ്പ ഒന്ന് പോയി ഒന്ന് വെറുതെ ആ റോഡിലൊന്ന് നിന്നാൽ മതി. കാലും എല്ലാം ബുദ്ധിമുട്ടാണ്, കരങ്ങനെ പോകുന്നത്. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു, 2 കയ്യുമില്ലാത്തൊരു അയ്യപ്പൻ കെട്ടിങ്ങനെ തലയിൽ കെട്ടി അവിടെ നിൽക്കുക, തൊഴാൻ പറ്റില്ല, കാരണം 2 കയ്യും. പക്ഷെ അയ്യപ്പൻ്റെ മുമ്പിൽ അങ്ങനെ നിൽക്കില്ല. ഈശ്വരാനുഗ്രഹം കൊണ്ടൊരു പോലീസുകാരൻ അയ്യപ്പനെ സഹായിക്കുന്നുണ്ട്. സാധാരണ പോലീസുകാരനെ ശല്യം അറിയാം, പക്ഷെ ആ അയ്യപ്പനെ പോലീസ് സഹായിച്ചു. ഇങ്ങനെ ഇതെല്ലാം അനുഭവിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പം ഇതെല്ലാം കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ല. ഞാനിതൊന്നും അറിഞ്ഞില്ല, ഞാൻ അങ്ങനെയുള്ള ആളാണ്, ഞാൻ ഇങ്ങനെയുള്ള ആളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയണം. അത് മാത്രമല്ല, നമ്മുടേതായ ശക്തി ചൈതന്യ കേന്ദ്രങ്ങളെല്ലാം അതേപോലെ ആയിരിക്കണം. എല്ലാ കാര്യങ്ങളും നമ്മൾ സഹകരിക്കണം. നമ്മൾ സഹകരിച്ചാൽ പോലെ കുട്ടികളെ കൊണ്ടുവരണം. അപ്പം ചില ആൾക്കാർ വരെ കുട്ടികൾ ബഹളം വെക്കട്ടെ. ഈ ഉണ്ണിക്കണ്ണൻ എങ്ങനെയാണ് വളർന്നത് ഒന്ന് ആലോചിച്ച് നോക്കി. എവിടെയെങ്കിലും സ്വസ്ഥമായിരുന്നിട്ടുണ്ടോ? ഓടി നടന്നിട്ടില്ലേ? എന്തൊക്കെ വിവേകാനന്ദ, നരേന്ദ്രൻ ഒരു കലം അവിടെ കണ്ട അമർത്തി വയ്ക്കും. വെള്ളം അവിടെ ഉണ്ടെങ്കിൽ ഭൂമിയിൽ ഒഴിക്കും. കുസൃതിയാണ്, കുസൃതി. അതുകൊണ്ട് ഭുവനേശ്വരി ദേവി പറഞ്ഞു ഇടയ്ക്ക്, ഞാൻ മഹാദേവനെ പൂജിച്ചാണ് ഈ നരേന്ദ്രൻ ഉണ്ടായത്. ഈ ശിവന്റെ ഏതോ ഭൂതഗണമാണ് എനിക്ക് ജനിച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞു. ആ അമ്മ ദേഷ്യം വന്നപ്പോഴത്തേക്ക് ഒന്ന് ആലോചിച്ച് നോക്കും. കുട്ടികൾ വരണം. അങ്ങനെ നമ്മൾ കൈപിടിച്ച് അവരെ കൊണ്ടുവരണം. അമ്മമാർ ഒരിക്കലും അവരെ ഒഴിവാക്കാൻ പാടില്ല. അവധിയാണെങ്കിലും പൂർണ്ണമായിട്ട് ഇവിടെ വരണം. അവരിവിടുത്തെ അന്നദാനത്തിൽ പങ്കെടുക്കണം, അവരെ കൊണ്ട് വിളമ്പിക്കണം, ഇവിടുത്തെ നാമജപത്തിൽ പങ്കെടുക്കണം. അങ്ങനെ അവരിലേക്കെല്ലാം ഈ ഈശ്വര ചൈതന്യം പകരണം. ഇതിവിടെ ഒരു അനുകൂലമായ ഒരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ ഉള്ളത്. ആ എനർജി മുഴുവൻ നമുക്ക് കിട്ടണം, നമ്മുടെ കുട്ടികൾക്ക് കിട്ടണം. ലോകം മുഴുവൻ ഇന്ന് ആരെയാണ് നോക്കുന്നത്? ലോകം മുഴുവൻ ഭാരതത്തെ ഉറ്റുനോക്കുന്നത്. എത്രയൊക്കെ തത്വസിദ്ധാന്തങ്ങളും പലതും ഉണ്ടെങ്കിലും എല്ലാവരും ഭാരതത്തെയാണ് ഉറ്റുനോക്കുന്നത്. ഭാരതത്തിൻ്റെ മഹിമ, ഭാരതത്തിൻ്റെ പൗരാണികത, ഭാരതത്തിൻ്റെ ദേവസങ്കല്പങ്ങൾ, വേദങ്ങൾ, ഉപനിഷത്തുകൾ, ഇതെല്ലാം ഇവിടുത്തെ സുവിശേഷക്കാരനും അവരൊക്കെ വായെടുത്ത മുഴുവൻ അതിനകത്തൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അവൻ്റെ പോക്കറ്റ് നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് അത് ഇതിനകത്തൊന്നും ഇല്ലെന്ന് പറയാൻ കാരണം പോക്കറ്റ് നിറഞ്ഞിരിക്കുക. ഇങ്ങനെ വഞ്ചന ചതി ചെയ്യുന്ന ആൾക്കാർ 10,000-കണക്കിന് വർഷമായി നമ്മൾ വളരുകയാണ്. അടുത്ത കാലങ്ങളിൽ അനുഭവങ്ങളിൽ കൂടി നമുക്കൊരു ഉണർവ് വന്നിട്ടുണ്ട്. ഒരു ഉണർവ് നമുക്ക് നോക്കണം. നമ്മളെ കാണാൻ വരുന്നവരാണ്, അയ്യോ ജാനകമ്മ ചേച്ചി എനിക്ക് തന്നെ വോട്ട് ചെയ്യണം. കള്ളനാണ്, നമ്മുടെ അമ്പലത്തിനെതിരാണ്. 140 പേര് ഒന്നിച്ച് ബില്ലിന് കൈകൊട്ടി. അയോധ്യ ക്ഷേത്രം വേണപ്പോൾ 140 പേര് കൈകൊട്ടി. ആലോചിക്കുന്ന വഞ്ചന, ചതിവ്, ഭരണഘടന തൊട്ട് സത്യം ചെയ്യുന്ന, സത്യമേ പറയൂ, ധർമ്മമേ പറയൂ, ഈ പൗരന്മാരുടെ ഹിതമനുസരിച്ച് പെരുമാറുന്നൊക്കെ പറഞ്ഞ മുഴുവൻ ചതിവും വഞ്ചനയാണ്. ഇങ്ങനെയുള്ള ചതിവും വഞ്ചനയുള്ള ആളെ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്താ പഠിപ്പിച്ചത്? ഈ ഭാഗവതത്തിൽ കൂടി നോക്കൂ, എന്തൊക്കെ ചെയ്തു ആ ശ്രീകൃഷ്ണനെ ഉപദ്രവിക്കാൻ. ഈ ദുര്യോധനന്റെ എന്തൊക്കെ അഭ്യാസങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിലെല്ലാം നമുക്ക് പുഞ്ചിരിയോടുകൂടി ധർമ്മത്തിന് വേണ്ടി പൂർണ്ണമായി ജീവിച്ച ശ്രീകൃഷ്ണൻ ആ നാമം ജപിക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേകമായ വീര്യമുണ്ടാവും. ലളിത സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നു. നമ്മൾ കൊള്ള ഡോക്ടർമാരെ മുഴുവൻ കണ്ടുള്ള മരുന്ന് മുഴുവൻ കണ്ട് വലിയ പെട്ടിയുടെ മരുന്ന് വെച്ചിരിക്കുന്നു.
പക്ഷെ ഭഗവാൻ ഒരു പ്രാവശ്യം നമ്മൾ സ്മരിക്കാറുണ്ട്. ഒരു നഷ്ടവുമില്ല നമുക്ക് പക്ഷെ ലഭിക്കാറില്ല. പക്ഷെ നോക്കും, നമ്മുടെ മനസ്സിന് ഏതെങ്കിലും വേറെന്തെങ്കിലും കണ്ടാൽ സ്വസ്ഥത വരുമോ? സിനിമ കണ്ടാൽ സ്വസ്ഥത വരുമോ? ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടാൽ സ്വസ്ഥത വരില്ല. പക്ഷെ ഒന്ന് നാമം ജപിച്ചു നോക്കും, ഒരു 108 പ്രാവശ്യം ഓ നമഃ ശിവായ ജപിച്ചു നോക്കും, തമ്പറം പടിഞ്ഞ് മട്ടെല്ലാം നിവർന്ന് ഒന്നിരുന്ന് നമ്മൾ ജപിച്ചു നോക്കും. അറിയാതെ ശാന്തി, അറിയാതെ ശാന്തി. കഴിഞ്ഞത് പൂഞ്ഞാറ് കോവിലകത്തെ അമ്മ മരിച്ചു. 98 വയസ്സായ തമ്പുരാട്ടി, നമ്മുടെ രാജരാജവർമ്മയുടെയും കേരളവർമ്മ രാജയുടെയും ഒക്കെ സഹോദരി ആ അമ്മ, ഉഷാവർമ്മയുടെ അമ്മ. ഞാൻ മരിക്കുന്നതിന് മുമ്പ് വിജയദശമിയുടെ അന്ന് അമ്മയെ കാണാൻ പോയി. ആ അമ്മ എത്ര സന്തോഷത്തോടെ 98 വയസ്സ്. അമ്മയുടെ തമാശ എന്താണെന്നറിയാം, അമ്മ സംഗീത കച്ചേരി കേൾക്കും. ആരെങ്കിലും പ്രഭാഷണം ഉണ്ടെങ്കിൽ അതിങ്ങനെ കേൾക്കും, വാട്സപ്പിൽ കൂടി ഇതെല്ലാം കേൾക്കും. ആ മരിക്കുന്ന അന്ന് പോലും അമ്മ ഒറ്റയ്ക്ക് കുളിച്ചു, നാമം ജപിച്ചു, ഉച്ചഭക്ഷണം കഴിച്ചു, വൈകുന്നേരത്തെ ഭക്ഷണം കഴിച്ചു. ഉഷച്ചേച്ചിയുടെ സഹോദരിയുണ്ട്, 2 പേര്. അവർ പുറത്ത് കിടക്കുന്നു, അമ്മ പുറത്ത് കിടക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ പോയി. എന്തൊരു സുഖമായിരുന്നു ആലോചിക്കുന്നു. മറ്റേ മുഴുവൻ എന്തൊക്കെ അടിപൊളി കരച്ചിൽ, ബഹളം, അത് വരുന്നു, ഇത് വരുന്നു, ആശുപത്രി കൊണ്ടുപോകുന്നു, പുഷ്പഗിരി കൊണ്ടുപോകുന്നു. അവരുടെ ജീവിതം അങ്ങനെയായി. ഒരാളല്ല, ധാരാളം പേരുടെ കാര്യം പറയാം. വേറെ ആർക്ക് ശാന്തിയില്ല. നിങ്ങൾ വാട്ടിൽ കാണാം, നീ ഒന്നുകൊണ്ട് ഭയപ്പെടണ്ട, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തുള്ളലും കൃത്രിമമായി തുള്ളി വീഴുന്നു. അത്ഭുതങ്ങൾ. ഇവിടെ ഇരിക്കുന്ന ആളെ പോയി ഒരു അത്ഭുതം കഴിക്കുന്നത് ആരും, എന്തൊക്കെ അത്ഭുതങ്ങളാണ്. ഈ ഈശ്വരൻ, ഈ ബ്രഹ്മം എന്ന നില ചിന്തിക്കുന്ന ഈശ്വരൻ പല രൂപത്തിൽ വരും. അതിനെ ഉറച്ചൊരു ഓങ്കാരം മാത്രം ജപിച്ചാൽ മതി. ഒരു യോഗയും കൂടെ ചെയ്ത് നോക്കും, നമുക്ക് എല്ലാത്തിനും മോചനം വരും. അമ്മമാരെ, നമ്മുടെ പെരുമാറ്റം, സന്തോഷമുള്ള മുഖം, ശുദ്ധമായ മനസ്സ്, വേറെ ഒന്നുകൊണ്ട് ശുദ്ധി ചെയ്യാൻ പറ്റില്ല. ഈ മുനിസിപ്പാലിറ്റിയുള്ള ആൾ ഓട ശരിയാക്കുന്നത് പോലെ വന്ന് ചൂലും കൊടുത്തെടുക്കുന്നതിന് ഓട ശരിയാക്കി ദുർഗന്ധം ഇല്ലാതാണ്. നമ്മുടെ ശുദ്ധി അങ്ങനെ ചൂലിട്ടടിക്കാൻ പറ്റില്ല. നാമം ജപിച്ച് നോക്കൂ, പ്രാണായാമം ചെയ്ത് നോക്കൂ. ശുദ്ധ മനസ്സ്, ചതിവില്ല, കളവില്ല. സ്വസ്ഥമായിട്ട് ഉറങ്ങണമെങ്കിൽ ഒരു ചതിച്ചു കഴിഞ്ഞാൽ ഉറക്കം വരില്ല. നാളത് ചെയ്യേണ്ട. ഭഗവാനെ പറ്റി സ്മരിച്ച് ഈ ഭാഗവത സപ്താഹം ഓരോ വർഷം കഴിയുമ്പോഴും അതിൽ നിന്നെല്ലാം എസൻസ് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയും. അങ്ങനെ മുന്നോട്ട് പോകണം. ഇതിലെല്ലാം ഉദ്ദേശം അതാണ്. ഭാഗവത കഥകൾ പറയുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. നമ്മുടെ മക്കളും അതുപോലെയായി മാറും. അയ്യോ, നമ്മുടെ മക്കൾ അങ്ങനെയാണ്. ഒരു പ്രസംഗത്തിനിടയ്ക്ക് സംഘത്തിൻ്റെ ഗുരുജി അപ്പം ശ്രീരാമൻ്റെ ഗുണം നിങ്ങൾ എന്ത് സ്വീകരിച്ചെന്നൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചു. അയ്യോ, മഹാഭാവം പറയരുത്, ശ്രീരാമൻ്റെ ഗുണം ഞാൻ സ്വീകരിക്കുക. നമ്മുടെ അന്ധവിശ്വാസം അത്. ശ്രീരാമൻ്റെ ഗുണം വീര്യം, ധൈര്യം, മര്യാദ, വിശ്വാസം, എല്ലാ ഗുണങ്ങളും ഭഗവാൻ ശ്രീകൃഷ്ണനെ പറയുമ്പോഴോ നിഷ്ഠ, ചിട്ട, കൃത്യത, ചടുലത, എല്ലാ കാര്യങ്ങളിലും സവിശേഷമായ ഗുണങ്ങളെല്ലാം ഉണ്ട്. ഭഗവാനെ ഒരു ഗുണമെങ്കിലും എനിക്ക് കിട്ടിയാൽ ഒരു തെറ്റുമില്ലാന്ന് പ്രാർത്ഥിച്ചാൽ വേറെന്താ കിട്ടുക? അപ്പം ഈ തരത്തിലെല്ലാം ഭക്തിയോടുകൂടി നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയും നമ്മുടേതായ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി നിരീക്ഷിക്കുകയും പറയേണ്ട സമയത്ത് പറയുകയും ഒന്നിച്ച് കൂടേണ്ടത് കൂടണം. ഹിന്ദുക്കൾക്കൊരു സ്വഭാവമുണ്ട്, ഒന്നിച്ച് കൂടാൻ പറയുമ്പോൾ അതും പറയും അവളുണ്ടെങ്കിൽ ഞാനില്ല. അവർ പറയും അവളുണ്ട് ഞാനില്ല. അവളല്ലൊരു ധിക്കാരി, അവൻ ശരിയല്ല. ഞാൻ ഇനി വിനീതമായിട്ട് പറയുന്നു, നമ്മുടെ കൊറോണയൊക്കെ വന്നപ്പോൾ ആരും പിന്നെ അങ്ങനെ പറഞ്ഞു, ആരും പറഞ്ഞില്ല. ഉള്ളവരെല്ലാം ഒന്നിച്ചു വരുന്നു. പൈസയുണ്ട്, പക്ഷേ ആരും സഹായിക്കാനുണ്ട്. വെള്ളം വെള്ളം വെള്ളം. ഓൺലൈൻ പദ്ധതി ഉണ്ടായിരുന്നതൊരു ഭക്ഷണം കിട്ടി. വയനാട്ടിൽ ഞാൻ പോയി, ഉരുളുപൊട്ടി, എത്രയോ വീടുകൾ ഇന്നും ചരാത്തെ പറ്റി ഒന്നും വരയില്ല. എന്തിനു വേണ്ടിയാണ്? കണ്ടുകണ്ടിരിക്കും ജനത്തിനെ കണ്ടില്ലെന്നോ വരുത്തുന്നതും ഭഗവാൻ. ഇതെല്ലാം ഈശ്വര ദിശയാണ്. അതും അപ്പോഴത്തെ സയൻറ്റിസ്റ്റ് പറയും അതൊക്കെ അന്തരീക്ഷമാണ്. പക്ഷെ സയൻറ്റിസ്റ്റ് ഒരു ദിവസം അവസാനം മരിക്കുമ്പോഴത്തേക്ക് കൃഷ്ണ ഗുരുവായൂരപ്പ
ഇവിടുത്തെ ISR മുഴുവൻ ചുമതലയുടെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥൻ സയൻറ്റിസ്റ്റ് ഗണപതി ഹോമം നടത്തിയിട്ട റോക്കറ്റ്. അപ്പോൾ ഇവിടുത്തെ യുക്തികൾ ഐഡിയില്ല. ഈ പറയുന്നതൊക്കെ വെറുതെ ആരോ രസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ആരും സംതൃപ്തി ഉണ്ടാകാൻ വേണ്ടി. ഒരു മന്ത്രി പറഞ്ഞു, എനിക്ക് ഏറ്റവും സന്തോഷം സുവിശേഷം കേൾക്കുമ്പോഴാണ്. അഡ്രസ്സ് ഞാൻ പറയാം, കൊട്ടാരക്കര ഒരു മന്ത്രി സുവിശേഷം കേൾക്കും, തട്ടിപ്പോണം മന്ത്രിയാണ്. ഞാനത് കൂടുതൽ കിടക്കുന്നു. അങ്ങനെയുള്ള വീടുകളൊക്കെ നിങ്ങൾ നോക്കും. അച്ഛൻ വേറൊരു വഴി, അമ്മ വേറൊരു വഴി, സഹോദരി ആ വഴി, സഹോദരൻ ഈ വഴി, ഒന്നിച്ച് കണ്ടാൽ പോലീസ് വരണം. ഇതെല്ലാം ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് പാണ്ഡവന്മാരെങ്ങനെ പഞ്ചപാണ്ഡവന്മാർ വേറെ കൈ ഇങ്ങനെ പിടിച്ചവരെങ്ങനെ പാണ്ഡവന്മാർ, അതേപോലെ ആദർശം, സത്യത്തിൽ, ധർമ്മത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അമ്മമാർ നമുക്ക് നമ്മുടെ ജീവിതം നയിക്കാം. മക്കളെയൊക്കെ നന്നായിട്ട് വളർത്താം, സാമ്പത്തിക ഭദ്രത നേടാം. അവരെ പഠിപ്പിക്കണം, നല്ല രീതിയിൽ പഠിപ്പിക്കണം. അവരെ കുട്ടവേളയിൽ വിടണം. പക്ഷേ ആ പട്ടത്തിൻ്റെ ചരട് കൊട്ടാൻ പാടില്ല. അതങ്ങനെ കയ്യിലുണ്ടാകും. കാഷായണി നമ്മുടെ കയ്യിൽ ശാരദയുടെ ആ പട്ടത്തിൻ്റെ ചരടാണ്. പൊട്ടിപ്പോയാൽ ഓസ്ട്രേലിയയിൽ പോകും, അയർലൻഡ്, സ്വിറ്റ്സർലൻഡ്. നമ്മുടെ ഒരാൾ സ്വിറ്റ്സർലൻഡിൻ്റെ ആളുടെ മകൻ അവിടുത്തെ ഒരു കല്യാണം കഴിച്ചു. പറഞ്ഞിട്ട് കാര്യമുണ്ട്. തുളസി തന്നെ വെള്ളം ഒഴിക്കാൻ അവർ വരുമോ? അമ്മയ്ക്ക് വെള്ളം കൊടുക്കാൻ വരുമോ? എനിക്കത് വിശ്വാസമില്ല. അവർ പറയും ഇതെല്ലാം ഒന്ന് തിരിച്ചറിഞ്ഞു. നമ്മുടെ മണ്ണിലാണ് നമ്മുടെ കാലുറപ്പിച്ചിരിക്കുന്നത്. ഇത് മഹാദേവൻ്റെ മണ്ണാണ്, ആഴപ്പള്ളി മഹാദേവൻ. ആ പാരമ്പര്യമെല്ലാം കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും. എത്ര അനുഭവങ്ങൾ. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ആ ഐതിഹ്യമാരെന്ന് വായിക്കും. ചിലതൊക്കെ വിശ്വാസമുണ്ട്, പാരമ്പര്യം. പക്ഷെ ധാരാളം അറിവ് കിട്ടുന്നുണ്ട്, ധാരാളം അറിവ്. അനുഭവങ്ങൾ കൂടി അറിവ് പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയും. കുഞ്ഞുങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ മനസ്സിലാവും. നരേന്ദ്രസ്വാമി വിവേകാനന്ദ ചെറുപ്പത്തിൽ ഇരുന്ന് ധ്യാനിക്കുമായിരുന്നു, നാമം ജപിക്കുമായിരുന്നു. കണ്ണടച്ചങ്ങനെ ഇരിക്കും ആ കുട്ടി. കാരണം അമ്മ മഹാദേവനെ പ്രാർത്ഥിക്കാനാണ് കുഞ്ഞ് ജനിച്ചിരിക്കുന്നത്. പക്ഷേ പോയി ഡിഗ്രി പഠിച്ചു, ഇംഗ്ലീഷ് പഠിച്ചു. അപ്പൊ ചോദിക്കാൻ തുടങ്ങി, ഈശ്വരനുണ്ടോ? കാലെടുത്ത് ആരെങ്കിലും വന്ന ഉടൻ ചോദിക്കും, ഈശ്വരനുണ്ടോ? അപ്പം സാറിന് ഈശ്വരനുണ്ട്. അങ്ങ് കണ്ടിട്ടുണ്ടോ? എനിക്ക് അത്യാവശ്യമായിട്ട് തിരുവനന്തപുരം പോയിട്ട് വരാമെന്ന് സ്ഥലം വേണം. ഇങ്ങനെ പറഞ്ഞ് പലരും പറ്റിച്ചു. അപ്പോൾ ഒരാൾ പറഞ്ഞു, നരേന്ദ്ര, നിന്റെ സംശയം മുഴുവൻ തീർക്കാൻ പറ്റിയ ഒരാളുണ്ട്. കൽക്കട്ട കാളി ക്ഷേത്രത്തിലെ പൂജാരി രാമകൃഷ്ണ പരമഹംസ. നരേന്ദ്രൻ ഇത് അറിഞ്ഞാൽ മാത്രം മതി. പോയി കണ്ടു, നമസ്തേ പറഞ്ഞു. രാമകൃഷ്ണദേവന്റെ പടം നമ്മൾ കണ്ടിട്ടില്ല. എത്ര നിഷ്കളങ്കമായ ചൈതന്യം തുടങ്ങുന്ന മുഖം കണ്ടു. രാമകൃഷ്ണദേവന്റെ ഭാവം എന്തായിരുന്നു അറിയാം? ആരെ പ്രതീക്ഷിച്ചിരുന്ന ആൾ വന്നതുപോലുള്ള ഭാവമായിരുന്നു. ചോദിക്കും, ഈശ്വരനുണ്ട്? ഉണ്ട്. അങ്ങ് കണ്ടിട്ടുണ്ട്? നിന്നെ കാണുന്നത് പോലെ കണ്ടിട്ടുണ്ട്. നിനക്ക് ഞാൻ ബോധ്യപ്പെടുത്തി തരാം. പോരെ? ബോധ്യപ്പെടുത്തി. ആ നരേന്ദ്രൻ ഇംഗ്ലീഷ് സാഹിത്യത്തിന് മുട്ടുമുട്ടുക്കനായ നരേന്ദ്രൻ അക്ഷരം പോലും പഠിക്കാത്ത രാമകൃഷ്ണ പരമഹംസന്റെ മുമ്പിൽ നമസ്കരിച്ചു. ശിഷ്യനായിട്ട് മാറി. ലോകം മുഴുവൻ കീഴടക്കി. അമേരിക്കയിലെ ഷിക്കാഗോയിലെ മതമഹാസമ്മേളനത്തിൽ പോയി ഭാരതത്തിന്റെ മഹത്വം അവിടെ പ്രചരിപ്പിച്ചു. വേദങ്ങളെപ്പറ്റി, ഉപനിഷത്തുകളെപ്പറ്റി അവരുടെ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളോട് ചെയ്ത ദുഷ്ടപ്രവർത്തനങ്ങൾ അറബിക്കടലിന്റെ അടിയിലുള്ള ചെടി മുഴുവൻ വാരി നിങ്ങളുടെ ദേഹത്തിട്ടാലും അതിനൊരു പരിഹാരമല്ല. തൻ്റെ അടുത്തോടെ പറഞ്ഞു, ആഴത്തോടെ പറഞ്ഞു. സാഹിബിനെ കാണുമ്പോൾ കവാക്ക് മറക്കുന്ന ഏർപ്പാടല്ല, തൻ്റെ അടുത്തോടെ പറഞ്ഞു. ഞെട്ടിപ്പോയി ആൾക്കാർ. എത്രയോ ആൾക്കാരാ ശിഷ്യന്മാരായിട്ട് മാറി. അമ്മമാരെ, സഹോദരിമാരെ, ചെറുപ്പക്കാരുടെ വീരും ഉണരൂ, എഴുന്നേൽക്കൂ. ആ ആഹ്വാനങ്ങൾ എത്രയോ മഹാപുരുഷന്മാരായ. ഒരു 2 കൊല്ലം മുമ്പ് വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് ഒരു സ്വാമി സംസാരിക്കുകയാണ്. സ്വിറ്റ്സർലൻഡുകാരൻ, സന്യാസിയാണ്. അദ്ദേഹം പറയാണ്, നല്ല കീർത്തനങ്ങൾ പാടിയിട്ട് അദ്ദേഹം പറയാം, എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ഗുരു ജഗദ്ഗുരു ശങ്കരാചാര്യ. ഇവിടെ പല ആൾക്കാരുടെ ഹൃദയത്തിൽ ശങ്കരാചാര്യമെന്നല്ല കേൾക്കുകയാണ്. അത് കുട്ടിക്കൊണ്ടാ നടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കും. ഇതെല്ലാം ഇവിടെ നിന്ന് കൂട്ടി വായിക്കുമ്പോൾ അതെവിടുന്നാണ്? അതിവിടുന്ന്. ഈ സപ്താഹം പൂർണ്ണമായും ഉൾക്കൊള്ളുക.
ആചാര്യൻ്റെ സന്ദേശങ്ങൾ കേൾക്കുക. കേട്ടാൽ പോരാ, പറഞ്ഞാൽ പോരാ, ജീവിക്കണം. ജീവിതമാണ് സനാതന ധർമ്മം എന്ന് വെച്ചാൽ ജീവിതമാണ്. ആരെ ഉപദ്രവിക്കാതെ അമ്മയെ സ്നേഹിച്ച്, അച്ഛനെ സ്നേഹിച്ച്, അയൽവക്കക്കാരെ സ്നേഹിച്ച്, പശുക്കളെ മൃഗങ്ങളെ സ്നേഹിച്ച് കൊടുക്കാൻ സാധിക്കുന്നില്ല കൊടുത്ത് ഈ കൈ സഹായിക്കാനുള്ള കഴിയുന്ന തരത്തിൽ, അടിക്കാനല്ല സഹായിക്കാനുള്ള കഴിയുന്ന തരത്തിൽ നല്ല പെരുമാറ്റത്തോടെ മുന്നോട്ട് പോയാൽ വലിയ മാറ്റം വരും. എന്തെങ്കിലും കഷ്ടവും നഷ്ടവും ഇപ്പോൾ ഉണ്ടെങ്കിൽ പൂർണ്ണമായ ഇച്ഛാശക്തിയുടെ ഈശ്വരനെ പൂർണ്ണമായി ഉറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോൾ മാറ്റങ്ങൾ വരും. മാറ്റങ്ങൾ വരും, സംശയം വേണ്ട. അതെല്ലാം സാധിക്കാൻ പറ്റുന്ന ഒരു മന്ത്രിക്കല്ല, ബാക്കിയുള്ള ആൾക്കാർക്കല്ല. സാധിക്കുന്ന ശക്തി ആ ചൈതന്യം തന്നെയാണ്, യാതൊരു സംശയമില്ല. ആ രീതിയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം. സപ്താഹം ഭംഗിയായിട്ട് നടക്കട്ടെ. നമ്മുടെ ജീവിതത്തിലും അതനുസരിച്ച് ജീവിക്കാനുള്ള പ്രേരണ ഉണ്ടാകട്ടെ. നാമം ജപിക്കൂ, നാമം ജപിക്കൂ, പുണ്യഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യൂ എന്ന് വെച്ചാൽ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കാനല്ല. ബാക്കി എല്ലാ കാര്യങ്ങളും ഏത് പണി ചെയ്യുമ്പോഴും ഒരു ഈശ്വര നിഷ്ഠയോടുകൂടി ചെയ്താൽ അതിനുള്ള അത്ഭുതകരമായ മാറ്റം വരും. ഇത് ഈശ്വരൻ്റെ ഇച്ഛ. എന്നെ നിങ്ങളൊക്കെ ചലിപ്പിക്കുന്ന ആരാ? ഒന്ന് ആലോചിച്ച് നോക്കുന്നു. ഇതെല്ലാം ഈ ചൈതന്യമാണ്. അത് കണ്ടുപിടിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് അത്രയും ശ്രേഷ്ഠമായ ഭാരത സംസ്കാരത്തിൻ്റെ ധർമ്മത്തിൻ്റെ പരമ്പരയിൽ ജനിക്കാനുള്ള ഭാഗ്യം നമുക്കെല്ലാം ഉണ്ടായതാണ്. പൂർവജന്മ സുഹൃതം നമുക്ക് വേണ്ടി പറയാം. ഇത് കേൾക്കാനും പറയാനും ഇനിയും പറയാനും ജീവിക്കാനും ഭാരതം മുഴുവനും നാളെ വരാൻ പോകുന്നത് സംശയം വേണ്ട. ലോകം മുഴുവൻ ഇങ്ങോട്ടിട്ടു. ഉണ്ണിക്കണ്ണൻ ഓടിക്കളിച്ച അമ്പാടിയിലും ഉണ്ണിക്കണ്ണനെ കൊണ്ടുവന്ന ആ മതിലും എല്ലാം അതെല്ലാം കാണാനും ചിത്രീകരിക്കാനുമുള്ള വലിയ ജനക്കൂട്ടം. ഞാൻ അവിടെയൊക്കെ പോയിട്ടുണ്ടല്ലോ, അതൊന്നും പറയാൻ സമയമില്ല. ആ രീതിയിൽ എല്ലാം വരാൻ പോവുകയാണ്. രാമജന്മഭൂമിയിലേക്ക് ഇപ്പോഴേ ഒഴുക്ക് തുടങ്ങി. ഹിമാലയ സാനുക്കളിലേക്ക് എത്രയാണ് ആൾക്കാർ ഒഴുകുന്നത്, കന്യാകുമാരിയിലേക്ക് എത്ര ആൾക്കാർ തീർത്ഥാടനങ്ങളൊക്കെ നടന്ന് ഭാരതം ഉണർന്ന് എഴുന്നേൽക്കുകയാണ്. ഭാരതാകുമ്പോൾ നമ്മളെ നോക്കി ചിരിക്കുകയാണ്. പോരാ മക്കളെ, ഇനിയും മുന്നോട്ട് പോകണം എന്ന രീതിയിൽ നമുക്ക് ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം നിർത്തുന്നു. നമസ്കാരം.